ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിശ്വാസത്തിന്റെ അട്ടിപ്പേറുമായി അവതരിച്ചവരാണ്. ക്ഷേത്രങ്ങളുടെ നടത്തിപ്പെല്ലാം തങ്ങളെ ഏൽപ്പിക്കൂ എന്ന് വീമ്പ് പറഞ്ഞവരാണ്. സകലമാന മതപുരോഹിതർ മുതൽ ഒരു മതത്തോട് മാത്രം പ്രീതി കൂടാതെ പ്രവർത്തിക്കേണ്ട പ്രധാനമന്ത്രി വരെ അണിനിരന്ന പ്രാണപ്രതിഷ്ഠ നടത്തിയ ഇടമാണ്. തലപ്പത്ത് മുതൽ താഴെത്തട്ട് വരെ RSSുകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന രാമക്ഷേത്രമാണ്. പ്രാണപ്രതിഷ്ഠ മുതൽ ഭക്തർ നൽകിയ സ്വർണവും വെള്ളിയും തുടങ്ങി നാണയത്തുട്ടുകൾ വരെ ആരുടെയൊക്കെയോ പോക്കറ്റുകളിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് നാളേറെയായിട്ടും പ്രതികളുമില്ല, നടപടിയുമില്ല. അയോധ്യ ക്ഷേത്രത്തിലേക്ക് എത്തിയ 60 കിലോ തൂക്കം വരുന്ന വെള്ളിക്കട്ടകൾ രേഖകളിൽ എവിടെയുമില്ല എന്നാണ് ഇതുവരെ വന്നതിൽ ഔദ്യോഗിക കണക്ക്. അതിലപ്പുറം എത്ര പോയി എന്നതിന്റെ ഒരു കണക്കുപോലുമില്ല. കാണിക്ക എണ്ണാൻ തുച്ഛമായ വരുമാനത്തിന് വന്നിരുന്നവർ ഇന്ന് ആഡംബര വീടുകളുടെയും വാഹനങ്ങളുടെയും ഉടമകളാണ്. കൊള്ളയുടെ ഉറവിടം തൊടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അന്വേഷണ സംഘത്തിന് ശബരിമല മുതൽ അയോധ്യ വരെ ആരാധനാലയ നടത്തിപ്പുകാർക്ക് വിശ്വാസം ചൂഷണമാർഗം മാത്രമാകുന്ന കാലമാണ്. അവിശ്വസനീയ കൊള്ള ഭക്തിയുടെ മറവിലാണ്. ശബരിമലയിൽ വൈകാരിക പ്രതികരണം നടത്തിയവർക്ക് പക്ഷേ മിണ്ടാട്ടമില്ല അയോധ്യയിലെ അസാധാരണ കൊള്ളയിൽ. ശബരിമലയിൽ വിശ്വാസത്തെയും വിശ്വാസിയെയും സംരക്ഷിക്കാനിറങ്ങിയ BJPക്ക് കണ്ടില്ലെന്ന മട്ടാണ് അയോധ്യയിൽ. ശബരിമല മുതൽ അയോധ്യ വരെ അമ്പലക്കൊള്ളയ്ക്ക് അറുതിയില്ലേ? ഡോക്ടർ GV ഹരി കോൺഗ്രസിൽ നിന്നും, രാഹുൽ ഈശ്വർ വലത് നിരീക്ഷകൻ, MN കാരശ്ശേരി സാമൂഹിക നിരീക്ഷകൻ, RV ബാബു ഹിന്ദു ഐക്യവേദി നേതാവ്, D സുരേഷ് കുമാർ CPIM-ൽ നിന്നും എന്നിവരാണ് ഈ ചർച്ചയിൽ ചേരുന്നത്. ആദ്യം ഞാൻ ശ്രീ RV ബാബുവിലേക്ക് പോവുകയാണ്. ശ്രീ RV ബാബു, ശബരിമല പോലെ അത്ര പഴക്കമൊന്നുമില്ല രാമക്ഷേത്രത്തിന്. ചുരുങ്ങിയ കാലയളവിനുള്ളിലാണ് അവിടെ ഇത്ര വലിയൊരു കൊള്ള നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതുവരെ വന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്ന് പറയുമ്പോൾ ഈ പ്രാണപ്രതിഷ്ഠാ ദിനം മുതൽ തന്നെ അയോധ്യ ഒരു വലിയ കൊള്ളയുടെ മാർഗമായി ആ നിലയിൽ ലാഭക്കണ്ണോടുകൂടി ആ ക്ഷേത്രത്തെ സമീപിച്ച ഒരു കൂട്ടം ആളുകൾ ആ ക്ഷേത്ര നടത്തിപ്പുമായി ബന്ധപ്പെട്ടും അതിനുള്ളിലും ഇപ്പോഴുമുണ്ട് എന്ന് വേണ്ടേ കരുതാൻ? അസിതയുടെ ഇൻട്രോയില് എന്തോ ക്ഷേത്രഭരണം മുഴുവൻ ഞങ്ങളെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആരാണ് രംഗത്ത് വന്നത്? അങ്ങനെ ആരും പറഞ്ഞിട്ടൊന്നുമില്ല. ക്ഷേത്രഭരണം വിശ്വാസികളെ ഏൽപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ തന്നെ വേണമെന്നുള്ള അഭിപ്രായത്തിൽ ഇപ്പോഴും ഒരു മാറ്റമൊന്നുമില്ല. ഞങ്ങളെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അസിത ഉദ്ദേശിക്കുന്നത് രാമക്ഷേത്രം ഭരിക്കുന്ന ആളുകൾക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയക്കാർ അല്ലെങ്കിൽ ആ വിശ്വാസക്കാർ തന്നെ വേണം എല്ലാ ക്ഷേത്രങ്ങളും ഭരിക്കാൻ എന്ന് ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെയാണോ? രാഷ്ട്രീയത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വേണം ക്ഷേത്രങ്ങൾ ഭരിക്കണം എന്ന ഒരു ആശയമാണ് ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത്. ഇപ്പോൾ രാമക്ഷേത്രത്തിലായാലും ഭരിക്കുന്നവർ വിശ്വാസികളാണ്. ആ വിശ്വാസികൾ തന്നെ നടത്തിയ കൊള്ളയാണോ ഇത് എന്ന സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന കാലവുമാണ്. ഞാൻ അതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. വിശ്വാസികളെ ഏൽപ്പിച്ചാലും വിശ്വാസത്തിന്റെ മറവിൽ കൊള്ള നടത്തുന്നവർ എല്ലാ കാലവും എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമ്മൾ ആരെയാണ് വിശ്വസിക്കുക? തീർച്ചയായിട്ടും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ശങ്കരനായർ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ളത് ഓണസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റഗ്രിറ്റി ഉള്ള വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ ക്ഷേത്രഭരണത്തിലേക്ക് വരണം. അവർ വിശ്വാസികളായാൽ മാത്രം പോരാ, അവർ ഓണസ്റ്റ് ആയിരിക്കണം, അവർക്ക് ഒരു ഇൻറ്റഗ്രിറ്റി ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ തുടക്കം മുതൽ പറഞ്ഞിട്ടുള്ളത് അതാണ്. വിശ്വാസികളിൽ കള്ളന്മാരില്ലെന്ന് നമ്മൾ ആരെങ്കിലും പറയുമോ? ഇല്ലല്ലോ. വിശ്വാസികളിൽ കള്ളന്മാരുണ്ട്, മോഷ്ടാക്കളുണ്ട്. ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ തന്നെ മോഷണം നടത്തിയവരെല്ലാവരും വിശ്വാസികളല്ലേ? ക്ഷേത്രഭരണം നടത്തിയ ആൾക്കാർ തന്നെ അവരാരും അവിശ്വാസികളായിട്ടുള്ള ആൾക്കാരല്ലായിരുന്നല്ലോ. അവരൊക്കെ വിശ്വാസികളാണ്. അവർ ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്നതിന് കൂട്ടുനിന്നു. ഇവിടെ അയോധ്യയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ എന്താണ് കാണുന്നത്? അയോധ്യയിലെ ഇത്തരം വാർത്തകൾ ശരിയാണെങ്കിൽ അത് അങ്ങേയറ്റം വേദനാജനകമാണ്. യാതൊരു സംശയമില്ല. അത് ഞെട്ടലുളവാക്കുന്നത് തന്നെയാണ്. സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഒരു കാരണവശാലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്തതുമാണ്. പക്ഷേ ഇവിടെ എന്താണ്, ഇപ്പോൾ കുറേ ആരോപണങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു അന്വേഷണ സമിതി കണ്ടെത്തിയ കാര്യങ്ങൾ പുറത്തു പറഞ്ഞിട്ടില്ല. കാരണം ഈ വിഷയം പുറത്തു വന്ന സമയത്ത് തന്നെ രാമജന്മഭൂമി ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് അവർ തന്നെ ഔദ്യോഗികമായിട്ട് ഉത്തർപ്രദേശ് സർക്കാരിനോട്, യോഗി സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഈ വിഷയത്തെ സംബന്ധിച്ച് അന്വേഷണം നടത്തണം. അങ്ങനെ അതിനുവേണ്ടി ഒരു പ്രത്യേക SIT രൂപീകരിച്ചു. SIT നാളെ അതിൻ്റെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. കഴിഞ്ഞ 6 ദിവസമായിട്ട് അതിൻ്റെ അന്വേഷണങ്ങൾ, ആ 6 ദിവസമായിട്ട് SIT ട്രസ്റ്റ് ഭാരവാഹികൾ അടക്കമുള്ള ആളുകളെ അവർ നിരന്തരം ചോദ്യം ചെയ്തിരുന്നു. അവരുമായി ബന്ധപ്പെട്ട അവരുടെ റഡാറിൽ വന്നിട്ടുള്ള ആളുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, അതേപോലെ അവരുടെ ക്യാഷ് ട്രാൻസാക്ഷൻസ്, അവരുടെ ആസ്തി, അവർക്ക് ജോലി വരുന്നതിന് മുമ്പ്, അതായത് ക്ഷേത്രത്തിൽ ജോലി കിട്ടുന്നതിന് മുമ്പുള്ള അവരുടെ ആസ്തി, ഇത്തരം കാര്യങ്ങൾ മുഴുവൻ
സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവർ നാളെ സർക്കാരിനൊരു റിപ്പോർട്ട് സമർപ്പിക്കുകയാണ്. ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടേ നമുക്ക് ഇതിൽ എത്രമാത്രം കളവ് നടന്നു, ആരൊക്കെയാണ് ഇതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത്, അതിനെ തുടർന്ന് അതിൻ്റെ FIR രജിസ്റ്റർ ചെയ്യും. അപ്പോൾ നമുക്ക് എനിക്ക് യാതൊരു സംശയമില്ല ഈ കാര്യത്തിൽ. അതായത് ഒളിച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യവും അവിടെ നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നും ഒളിച്ചു വെച്ചുകൊണ്ടൊന്നും നടക്കില്ല. കൃത്യമായിട്ട് അതിൽ കുറ്റക്കാരുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് മാതൃകാപരമായി ശിക്ഷ കിട്ടണം. ഒരാളും സ്പെയർ ചെയ്യാൻ പാടില്ല. ശബരിമലയുടെ കാര്യത്തിൽ വന്നപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ശബരിമലയിൽ നടന്ന കൊള്ള ഏതെങ്കിലും ഒരു വിഭാഗവുമായി, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായി ഒക്കെ ചേർത്ത് വായിക്കാനും ആ നിലയിൽ അങ്ങനെ ഒരു വലിയ കൊള്ള നടന്നു എന്നുള്ള വ്യാഖ്യാനവും ഒക്കെ വളരെ പെട്ടെന്ന് തന്നെ വന്ന നാടുകൂടിയാണ് നമ്മുടേത്. പക്ഷേ അയോധ്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ താങ്കൾ സ്വീകരിക്കുന്ന ഒരു സമീപനം, ഒരു മൃദു സമീപനം, അത് കൊള്ളക്കാരാണെങ്കിൽ അവർ പുറത്തു വരട്ടെ. അപ്പോൾ അങ്ങനെ ആ നിലയിൽ രണ്ട് നിലപാടുണ്ടോ അതിൽ? താങ്കൾ ശബരിമല കേസിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുണ്ടോ? ശബരിമല കേസിൽ എന്താണ്? ശബരിമല കേസിൽ വിജിലൻസിന്റെ റിപ്പോർട്ടാണ്. അവിടെ കളവ് നടന്നു എന്നുള്ളത് വിജിലൻസിന്റെ അന്വേഷണത്തിലേക്ക് പോയത് എങ്ങനെയാണ്? ഹൈക്കോടതിയുടെ നിർദ്ദേശമാണ്. അവിടെ സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ടാണ്. ശബരിമല ക്ഷേത്രം സർക്കാർ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണ്. എന്നാൽ അയോധ്യ ക്ഷേത്രം ഒരു സ്വകാര്യ ട്രസ്റ്റാണ്. തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം സുപ്രീം കോടതിയുടെ ഉത്തരവിനനുസരിച്ച് രൂപീകരിച്ചൊരു ട്രസ്റ്റാണ്. പക്ഷേ അത് പൂർണ്ണമായും ഒരു സ്വകാര്യ ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ അവരെന്ത് ചെയ്തു? അവർ സർക്കാരിനോട് ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ടു. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നു. അന്വേഷണ സമിതി നാളിതുവരെ എന്താണ് അവിടെ സംഭവിച്ചത്, എന്തൊക്കെ നഷ്ടപ്പെട്ടു എന്ന് ഒഫീഷ്യലായിട്ട് അവർ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടില്ല. നമുക്ക് അതുവരെ കാത്തിരിക്കാം. ഞാനതുകൊണ്ടാണ് പറഞ്ഞ് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇപ്പൊ ശബരിമലയും ഇതുമായിട്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ ദേവസ്വം വിജിലൻസ് തന്നെ കൊടുത്ത റിപ്പോർട്ട് ആ നടന്ന അഴിമതിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഇത് നിരന്തരമായിട്ട് ഈ വർഷം, ഒരു വർഷത്തെ മാത്രമല്ല, കഴിഞ്ഞ 8-10 വർഷം മുതൽ നടന്നിട്ടുള്ള അഴിമതികളെ സംബന്ധിച്ചും തട്ടിപ്പുകളെ സംബന്ധിച്ചും ഒക്കെ വിജിലൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് രണ്ടും രണ്ടാണ്. അത് മാത്രമല്ല, ഈ വിഷയത്തിൽ വളരെ ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാതെ ഞാൻ പറയുന്നു, കുറ്റക്കാരുണ്ടെങ്കിൽ അത് എത്ര ഉന്നതരായാലും ഏത് സ്ഥാനത്തിരിക്കുന്നവരായാലും അവരോട് പൊറുക്കാൻ വിശ്വാസികൾക്ക് സാധ്യമല്ല. അത് ഏത് ക്ഷേത്രഭരണത്തിന്റെ അധികാരത്തിലിരിക്കുന്നവരായാലും വിശ്വാസികൾക്ക് ക്ഷേത്രം മുതൽ കൊള്ളയടിക്കുന്നവരോട് പൊറുക്കാൻ സാധ്യമല്ല. ശരി, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ GV ഹരി, ഇതൊരു ട്രസ്റ്റാണ്, ട്രസ്റ്റിന്റെ കീഴിലാണ്. പക്ഷെ ആ ട്രസ്റ്റിന്റെ തലപ്പത്ത് മുതൽ ഇങ്ങേ അറ്റത്ത് വരെ ഇരിക്കുന്നവർ RSS പശ്ചാത്തലമുള്ളവരാണ് എന്നുള്ളത് ഇവിടെ സൗകര്യപൂർവ്വം പറയാതിരിക്കുകയോ മറക്കുകയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ആരൊക്കെയാണോ കൊള്ള നടത്തിയത് അത് ഏറ്റവും അവസാനത്തെ ആളിലേക്ക് വരുന്നത് വരെ, ആ ആളെയും കണ്ടെത്തുന്നത് വരെ മിണ്ടാതിരിക്കാം, അതിനുശേഷം മാത്രം പ്രതികരണം മതി എന്നൊരു നിലപാട് ഇതിൽ സ്വീകരിക്കേണ്ടതുണ്ടോ? അതിന്റെ ആവശ്യം എന്താണ്? നോക്കൂ അസിത, ഇത് വളരെ അധികം ഞെട്ടിക്കുന്ന വാർത്തകളാണ്. രാജ്യത്തെ മുഴുവൻ രാമഭക്തന്മാർക്കും വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വാർത്തയാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ സുപ്രീം കോടതിയുടെ വിധി പ്രകാരം 2020 ഫെബ്രുവരി മാസം 5-ാം തീയതി പ്രധാനമന്ത്രി രൂപീകരിച്ച, അടിവരയിട്ട് ഞാൻ പറയട്ടെ, രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി രൂപീകരിച്ച ട്രസ്റ്റാണ് ഈ ശ്രീരാമ ക്ഷേത്ര തീർത്ഥ ട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ഷേത്ര ട്രസ്റ്റിനകത്ത് താങ്കൾ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് മുഴുവൻ വച്ചിരിക്കുന്നത് BJPയുടെ അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണ്. ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരുന്നത് ശ്രീ നരേന്ദ്രമോദിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന നൃപേന്ദ്ര എന്ന് പറയുന്ന വ്യക്തിത്വത്തെയാണ്. അതോടൊപ്പം തന്നെ ചമ്പത് റായ് എന്ന് പറയുന്ന ഇതിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് BJPയുമായി ബന്ധപ്പെട്ട് RSSുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ആളുകളാണ്. അപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ വളരെ ചെറിയ വിവരങ്ങളാണ് ഇതൊക്കെ. 200 കോടി മുതൽ 1400 കോടി രൂപയുടെ തട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ആ പണം മുഴുവൻ കൊണ്ടുപോയിരിക്കുന്നു. അതിനു വേണ്ടുന്നുള്ള സഹായങ്ങൾ ഇതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ ചെയ്തിരിക്കുന്നു. ഏകദേശം വെറും 14,500 രൂപ മാസശമ്പളത്തിൽ കോൺട്രാക്ട് വ്യവസ്ഥയിൽ നിയമിച്ചിരിക്കുന്ന ആളുകൾ ഇന്ന് കോടീശ്വരന്മാരാണ്. അതിനുള്ള തെളിവുകളടക്കം SITക്ക് 3-അംഗ സംഘ SITയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ എല്ലാ ചാനലുകളും റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ശ്രീ RV ബാബു വളരെ
എന്താണ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ അദ്ദേഹം പറയുന്നു, ഇതിനകത്ത് നമ്മൾ ഇതിനെ ശബരിമല കൊള്ളയുമായി ഇതിനെ നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകരുതിനെ ഒരുപോലെ കാണരുത്, അത് വിജിലൻസ് റിപ്പോർട്ട് കൊടുത്തതാണ്, ഇതൊരു ട്രസ്റ്റ് നടത്തിയാണ്. ഇത് ട്രസ്റ്റ് നടത്തിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് ഇതിനകത്ത് വലിയ ബാധ്യതയാണ്. മതലബ് ഈ രാജ്യത്തെ കോടിക്കണക്കിനായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ നൽകിയിട്ടുള്ള സംഭാവനയാണ് കൊണ്ടുപോയിരിക്കുന്നത്. അതുമാത്രമല്ല സിത, ഇതിനകത്ത് മറ്റ് ചില കാര്യങ്ങൾ കൂടി. ഇപ്പം നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി സുർജേവാല കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടുള്ള 3 പ്രധാനപ്പെട്ട അലിഗേഷൻസ് ഉണ്ട്. ആ 3 പ്രധാനപ്പെട്ട അലിഗേഷൻ എന്ന് പറയുന്നത് ഈ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ സ്ഥലം വാങ്ങിയതുമായിട്ടുള്ള ബന്ധപ്പെട്ട അഴിമതിയാണ്. ഒന്ന്, 2 കോടി രൂപ വിലയുള്ള ഒരു പ്ലോട്ട് ഈ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ വാങ്ങിച്ചിരിക്കുന്നത് 18 കോടിയാണ്. അതിൻ്റെ സെയിൽ ഡീഡ് അദ്ദേഹം പുറത്തു വിട്ടിട്ടുണ്ട്. രണ്ടാമത് 2.9 കോടി രൂപ വിലയുള്ള വസ്തു 24 കോടി രൂപയ്ക്ക് അവരത് വാങ്ങിച്ചിരിക്കുന്നു. മൂന്നാമത്തേത് 9 കോടി രൂപ വിലയുള്ള ഒരു വസ്തുവിനെ 55 കോടി രൂപയ്ക്ക് ഈ ചമ്പത്രായി എന്ന് പറയുന്നത് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി വാങ്ങിച്ചിരിക്കുന്ന വിവരങ്ങളടക്കം പുറത്തു കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ പണമൊക്കെ എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടിയിട്ടുള്ളത്? ഈ രാജ്യത്തെ നമുക്കറിയാവുന്നതുപോലെ രാമഭക്തന്മാർ നൽകിയിട്ടുള്ള പണം എടുത്തിട്ടാണ്. അപ്പോൾ 9 കോടി രൂപ വിലയുള്ള വസ്തുവിന് 24 രൂപ കൂടി കൊടുത്ത് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം നഷ്ടം സ്വാഭാവികമായിട്ട് ഈ രാജ്യത്ത് രാമനെ വിശ്വസിച്ച് രാമഭക്തന്മാരായിട്ടുള്ള ആളുകൾ കൊടുത്തിരിക്കുന്ന കോടിക്കണക്കിനായിട്ടുള്ള രൂപയാണ്. ആ കോടിക്കണക്കിന് രൂപയെ ഈ സ്വകാര്യ ട്രസ്റ്റിൻ്റെ പേരിൽ എന്തും ഒരു തരത്തിലുള്ള അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് 6-7 കൊല്ലങ്ങളായിട്ട് ഇവരിത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴാണ് ഇതൊരു മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് പുറത്തു വരുന്നതാണ് എനിക്ക് കിട്ടുന്ന വിവരം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളടക്കമുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം, ഇപ്പോഴുള്ള ഈ SITയുടെ അന്വേഷണത്തിൽ എങ്ങുമത്തിൽ ഒരു FIR പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതി വളരെ കൃത്യമായി, കാരണം ഇതിന് നിയമിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് സുപ്രീം കോടതിയാണല്ലോ, അതുകൊണ്ട് തന്നെ സുപ്രീം കോടതിയുടെ ഒരു അന്വേഷണം അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ അവരുടെ നിരീക്ഷണത്തിൽ ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ മാത്രമേ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരികയുള്ളൂ. ഇതല്ലെങ്കിൽ നമുക്കറിയാവുന്നതുപോലെ ഇതെല്ലാം തേഞ്ഞു മാഞ്ഞു പോകുന്നൊരു സാഹചര്യം ഉണ്ടാവും. ഒരാൾ ഇതിനകത്ത് പിടിക്കപ്പെടുകയില്ല. ഈ പറയുന്ന കുറച്ച് ആളുകൾ ഒരു 150 പേരാണ് സംശയാലുക്കളായിട്ട് പറഞ്ഞിരിക്കുന്നത്. 150 പേരെ ഇതിനകത്ത് ഏകദേശം 10-25 പേരെ മാത്രമേ ഒരു ചോദ്യം ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ഈ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയൊക്കെ ഇതിന്റെ മുമ്പിൽ ശബരിമലയൊന്നും ഒന്നുമല്ല എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് അതിശക്തമായി സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു നീതി രാജ്യത്തെ രാമഭക്തന്മാർക്ക് ഉണ്ടാവുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. രാഹുൽ ഈശ്വർ, ഇവിടെ ആരാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത്? സർക്കാരിന്റെ നിയന്ത്രണം എത്രയാണ്? വിജിലൻസിന്റെ റിപ്പോർട്ട് ഉണ്ടോ? കുറ്റക്കാർ ആരൊക്കെയാണ്? ഇതൊക്കെ രണ്ടാമത്തെ വിഷയമാണ്. ഇവിടെ കൊള്ളയടിക്കപ്പെടുന്നത് വിശ്വാസികൾ വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്ന മുതലാണ്. അതിനപ്പുറം അവർ വിശ്വാസികൾ ആരാധനാപൂർവമായി തന്നെ കാണുന്ന വിഗ്രഹങ്ങളെ കൂടിയാണ്. എന്ന് പറഞ്ഞാൽ വിഗ്രഹം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നല്ല, ആ നിലയിൽ ആ വിഗ്രഹങ്ങൾക്ക് അല്ലെങ്കിൽ ആ ആരാധനാമൂർത്തികൾക്ക് നൽകുന്ന സംഭാവനയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നോക്കൂ, ഇവിടെ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ സമർപ്പിക്കപ്പെട്ട വെള്ളിക്കട്ടകൾ ഉൾപ്പെടെ അത് റെക്കോർഡുകളിൽ പോലുമില്ല എന്ന് പറയുമ്പോൾ ഈ കാണിക്ക് എണ്ണാൻ വരുന്നവരുടെ മാത്രം ഉത്തരവാദിത്തമായി ഇത് മാറുന്നുമില്ല. അപ്പോൾ അന്വേഷണം നടക്കട്ടെ, ആരൊക്കെയാണെന്ന് അറിയട്ടെ എന്നതുവരെ കാത്തിരിക്കേണ്ട വിഷയമാണോ ഇത്? ശബരിമലയുമായി ബന്ധപ്പെടുത്തി അയോധ്യ നമ്മൾ പരിശോധിക്കുമ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ട്, സർക്കാരിന്റെ നിയന്ത്രണം, ഇതിനൊക്കെ അപ്പുറം ഇവിടെ രണ്ടിടത്തും ആരാധനാലയത്തിൽ കൊള്ള നടന്നിരിക്കുന്നു. ആ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയിരിക്കുന്നത് അതിനുള്ളിൽ ഭക്തർ വിശ്വസിച്ചേൽപ്പിച്ച ആളുകളുമാണ്. അസിത, നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വലിയൊരു ശ്രീരാമ ഭക്തനായിരുന്നു. അല്ലെങ്കിൽ സാരേ ജഹാംസെ വെച്ച് എഴുതിയ അലാമ മുഹമ്മദ് ഇക്ബാൽ പറയുന്നത് രാമൻ ഇമാമേ ഹിന്ദ്, ഇന്ത്യയുടെ തന്നെ ഒരു സ്പിരിച്വൽ ലീഡറോ സോഷ്യൽ ലീഡറോ എന്നൊക്കെയാണ്. ആ അർത്ഥത്തിൽ ശ്രീരാമ ജന്മഭൂമിയും ശ്രീരാമ ക്ഷേത്രവും ഒക്കെ വലിയൊരു സുപ്രീം കോടതിയിലടക്കം ഒരു സമവായത്തിന്റെ ഭാഗമായിട്ടാണ് കിട്ടിയത്. ഞാൻ എന്റെ പ്രാണപ്രതിഷ്ഠാ ദിവസം തന്നെ ഞാൻ ബാബറി മസ്ജിദിന് പുതിയതായിട്ട് കിട്ടിയ സ്ഥലത്തും പോയി അവിടുത്തെ ആൾക്കാരെയും കണ്ടിരുന്നു. രാമക്ഷേത്രത്തിലും പോകാൻ ഭാഗ്യം ലഭിച്ചിരുന്നു. ഒരു വിശ്വാസിക്കും ഭക്തനും വളരെ വേദന ഉണ്ടാക്കുന്ന വാർത്തകളാണ്. പക്ഷെ നമ്മളിത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനപ്പുറം ഈ വിഷയത്തിന്റെ സത്യവും മെറിറ്റും വെളിയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. ഉദാഹരണം, ഒരു കൺസ്ട്രക്റ്റീവ് സജഷനാണ്. നമ്മുടെ അമ്പലങ്ങളും പള്ളികളും ആശ്രമങ്ങൾക്കും എല്ലാം റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആക്കണം. ഞങ്ങൾ വളരെ വർഷങ്ങളായി പറയുന്ന ഒരു കാര്യമാണ്. ശബരിമല ക്ഷേത്രം റൈറ്റ് ടു ഇൻഫർമേഷൻ ആയി വന്നത് എന്റെ ആപ്ലിക്കേഷനിൽ, എന്റെ ഡ്രൈവറിന്റെ പേരിൽ ഞാൻ കൊടുത്ത ആപ്ലിക്കേഷനിലാണ് ശബരിമല ക്ഷേത്രം റൈറ്റ് ടു ഇൻഫർമേഷന് കീഴിൽ വരുന്നത്. അപ്പൊ ഭക്തർക്ക്, ആ ഡിനോമിനേഷനിൽ വിശ്വസിക്കുന്ന ഭക്തർക്ക് തങ്ങൾ കൊടുക്കുന്ന സംഭാവന, ദക്ഷിണ അല്ലെങ്കിൽ അവിടെ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എവിടെ പോകുന്നു എന്ന് അറിയാൻ ഒരു റൈറ്റ് ഉണ്ട്. അപ്പൊ അമ്പലങ്ങളിൽ മെച്ചപ്പെട്ട അല്ലെങ്കിൽ അമ്പലങ്ങളിൽ, ആശ്രമങ്ങളിൽ, ക്രിസ്ത്യൻ പള്ളികളിൽ, മുസ്ലിം പള്ളികളിൽ അതാത് വിശ്വാസികൾക്ക് റൈറ്റ് ടു ഇൻഫർമേഷൻ ആപ്ലിക്കബിൾ ആക്കണം. ഇതൊരു പോസിറ്റീവ് സജഷനാണ്. ഈ വിഷയങ്ങളെ, സെൻസിറ്റീവായ വിഷയങ്ങളെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കാൻ എടുക്കുന്ന അർത്ഥമല്ല. ഞാനൊരു കാര്യം കൂടെ പറയാം. എനിക്കത് BJP അറസ്റ്റിനോട് പ്രത്യേകിച്ച് യാതൊരു അനുഭാവവുമില്ല. പക്ഷേ ധർമ്മസ്ഥലയിലെ വിഷയം നമുക്കറിയാം. അതായത് നമ്മുടെ കർണാടകത്തിൽ സംഭവിച്ചത്. ഞാനടക്കം ഒരുപാട് പേർ ആദ്യഘട്ടത്തെ എടുത്തു ചാടിയതാ.
പിന്നീട് അവിടുത്തെ ഹെഡ് അടക്കമുള്ള ആൾക്കാരെ കരിവാരിത്തേക്കാനായിരുന്നു. 100 കണക്കിന് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടു എന്നും ഒരുപാട് രീതിയിൽ വാർത്തകൾ വന്നു. അപ്പൊ ആ 100 കണക്കിന് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടൊന്നും ഇല്ല, പിന്നീട് പലതും കള്ളം പറഞ്ഞതാണ്, വ്യക്തിവിരോധം തീർക്കാനാണെന്ന് തിരിച്ചറിയാൻ ഒരുപാട് വൈകി. ഏറ്റവും സൗത്ത് ഇന്ത്യയിലെ നല്ല സ്ഥലങ്ങളിൽ ഒന്നാണ്. അവിടുത്തെ ഹെഡ് അടക്കം നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. അപ്പം ചില കാര്യങ്ങളിൽ നമുക്ക് എടുത്തു ചാട്ടം പാടില്ല. എന്നാൽ ഒരു കാര്യം കറക്റ്റാണ്, ഇപ്പൊ നേരത്തെ നമ്മുടെ ചർച്ചകളിൽ തന്നെ വന്നതുപോലെ ശബരിമലയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ് ആണ്. ഇത് വരുന്ന ആരോപണത്തിന്റെ ഘട്ടമാണ്. പക്ഷേ ആരോപണം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. അവിടെ 200 കോടി രൂപയുടെ സ്വത്തോ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ കിലോ കണക്കിന് സ്വർണ്ണോ അല്ല, ഒരു പൊന്നോ പൊടിയോ ഒരു പൊട്ടോ ശ്രീരാമന്റെ ക്ഷേത്രത്തിൽ നിന്നോ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ നിന്നോ പോയാൽ അത് ഓരോ ഭക്തനും വേദനിക്കുന്നതാണ്, നിയമപരമായ തെറ്റുമാണ്. നമ്മുടെ നിയമപ്രകാരം, ഇന്ത്യൻ നിയമപ്രകാരം പോലും DTക്ക് അല്ലെങ്കിൽ ദേവതയ്ക്ക് ബാങ്ക് അക്കൗണ്ട് അടക്കം ഹോൾഡ് ചെയ്യാം. അതായത് ശ്രീരാമന്റെ സ്വത്താണിത് അല്ലെങ്കിൽ സ്വാമി അയ്യപ്പന്റെ സ്വത്താണിത്. ആ അർത്ഥത്തിലാണ് ഇന്ത്യൻ നിയമം പോലും കാണുന്നത്. അപ്പം കുറെ കൂടെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇത് വന്നൂടാത്ത കോൺട്രവേഴ്സി ആയിരുന്നു. എന്തായാലും സംഭവിച്ചെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാര്യം അഖിലേഷ് യാദവ് അടക്കം അത് റേസ് ചെയ്തു. ഇപ്പൊ UP ഗവൺമെന്റ് ഇത് കൺസീഡ് ചെയ്തുകൊണ്ടാണല്ലോ ഒരു SIT വരുന്നത്. ശ്രീ GV ഹരി പറഞ്ഞ പോലെ വ്യത്യസ്ത കണക്കുകൾ കേൾക്കുന്നു. 200 കോടിയാണ് ഏറ്റവും കുറവ് കേൾക്കുന്നത്. ചില ആൾക്കാർ 7.5 പറയുന്നു, ചില ആൾക്കാർ 500 1000 കോടിയും പറയുന്നു. അപ്പൊ എന്തായാലും അവിടെ ട്രാൻസ്പെറൻസിയും അക്കൗണ്ടബിലിറ്റിയും ഉണ്ടായിട്ടില്ല. അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനപ്പുറം ഇന്ത്യ ഒരുപാട് കാലത്തെ സമവായത്തിലൂടെയാണ് നമ്മുടെ ശ്രീരാമ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ എത്തിയത്. സുപ്രീം കോടതി ഒരു കൺസെൻസസ് ജുഡീഷ്യൽ സ്റ്റേറ്റ്മാൻഷിപ്പിലാണ് വന്നത്. ആ വിഷയത്തിന് പിന്നിൽ രാഷ്ട്രീയ സാമുദായിക മാനങ്ങളുണ്ട്. അപ്പോ അത്തരം സെൻസിറ്റീവായ വിഷയങ്ങളെ നമ്മൾ ടച്ച് ചെയ്യാതെ അമ്പലങ്ങളുടെ ലാർജർ ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി പോലുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അമ്പലങ്ങൾക്ക് ബെറ്റർ ടെമ്പിൾ മാനേജ്മെന്റ് സിസ്റ്റംസ് ഉണ്ടാക്കുകയും അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരികയും ചെയ്യണം. ഇതാണ് പോസിറ്റീവായി ചെയ്യേണ്ടത്. അതിന്റെ പേരിൽ ശ്രീരാമനെ വീണ്ടും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആക്കുന്നത് വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി. ഓക്കെ, കാരശ്ശേരി മാഷി, ഇവിടെ സാധാരണ നിലയിൽ എല്ലായ്പ്പോഴും വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസികളുടെ മുഴുവൻ ഉടമസ്ഥാവകാശം, അട്ടിപ്പേറവകാശം ഏറ്റെടുക്കാനായി വരുന്നവരാണ് BJPയും RSSും സംഘപരിവാറും ഒക്കെ. ഇവിടെ ഇപ്പോൾ അയോധ്യ അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ്, ഒരു ക്ഷേത്രമാണ്. മറ്റുള്ളവർക്കൊന്നും അതിലേക്ക് എത്ര കണ്ട് ആക്സസ് ഉണ്ട് എന്നത് അറിയില്ല. രാമക്ഷേത്ര ട്രസ്റ്റിന്റെ ഏറ്റവും തലപ്പത്തുള്ള ആൾ മുതൽ തന്നെ അങ്ങനെയാണ്. അവിടെയാണ് ഈ നിലയിൽ വലിയൊരു കൊള്ള നടന്നിരിക്കുന്നത്. ഇതിനു മുൻപും പല ആരോപണങ്ങൾ ശ്രീ GV ഹരി പറഞ്ഞതുപോലെ അയോധ്യയുമായി ബന്ധപ്പെട്ട് തന്നെ ഉയർന്നിട്ടുണ്ട്. അപ്പോൾ വിശ്വാസികളെ കബളിപ്പിക്കാൻ, വിശ്വാസത്തിന്റെ മറപറ്റി വിശ്വാസികളുടെ അട്ടിപ്പേർ സംരക്ഷിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറയുന്നവർ തന്നെ ഇറങ്ങുകയാണ്. എന്തൊരു നാടാണിത്, എന്തൊരു കാലമാണിത്. അസിത, എനിക്ക് ഓർമ്മ വരുന്നത് പഴയ കാലത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കഥകളാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അമ്പലങ്ങൾ കൊള്ളയും, അതിലൊരു വളരെ കുപ്രസിദ്ധമായൊരു കൊള്ളയാണ് 11ാം നൂറ്റാണ്ടിൽ ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിൽ മുഹമ്മദ് ഗസരി നടത്തിയത്. അത് രാജാക്കന്മാരുടെ കാലത്ത് അങ്ങനെ ഹിന്ദു മുസ്ലിം വ്യത്യാസമില്ലാതെ ഹിന്ദു രാജാക്കന്മാർ, ഇപ്പോൾ കാശ്മീരിലെ ഹർഷൻ എന്നൊരു രാജാവ്, അല്ലെങ്കിൽ രാജരാജ ചോളൻ തുടങ്ങിയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങൾ മാത്രമല്ല. കാരണം അവിടെ പൊന്നും പണവും രത്നവും പവിഴവും ഒക്കെ കുന്നുകൂടി കിടക്കുമ്പോൾ അത് കൊള്ളയും. അന്നിപ്പോൾ അത് കൊള്ള, അത് പരസ്യമാണ്. കുതിരപ്പുറത്തും ഒക്കെ വന്നിട്ടാണ് ആയുധം ഉപയോഗിച്ചിട്ടാണ് കൊള്ളയുന്നത്. ജനാധിപത്യത്തിൻ്റെ കാലത്ത് പൗരോഹിത്യത്തിന് വളരെ എളുപ്പമുണ്ട് ഈ കാര്യം. കാരണം വിശ്വാസികൾ അവരെ പൂർണ്ണമായും അംഗീകരിക്കും. അവരുടെ നേരെ സംശയത്തിൻ്റെ ചൂണ്ടുവരലില്ല. ഒരു തന്ത്രിയെപ്പറ്റിയോ അല്ലെങ്കിൽ ഒരു പൂജാരിയെ പറ്റിയോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ നടത്തിപ്പുകാരെ പറ്റിയോ ഒന്നും അങ്ങനെ. കാരണം എല്ലാവർക്കും ദൈവഭയമുണ്ട് എന്നാണ് അതിൻ്റെ അടിസ്ഥാനപരമായ സങ്കല്പം. അപ്പോൾ ഇതിലൊരു വലിയ പ്രശ്നം ഈ അളവിൽ നമ്മുടെ മുസ്ലിങ്ങളുടെ ആണെങ്കിലും ക്രിസ്ത്യാനികളുടെ ആണെങ്കിലും സിഖുകാരുടെ ആണെങ്കിലും ഹിന്ദുക്കളുടെ ആണെങ്കിലും ഒക്കെ അമ്പലങ്ങളിൽ സ്വത്ത്, സ്വർണം ഈ അളവിൽ കുന്നുകൂട്ടി ഇടേണ്ട ആവശ്യമുണ്ടോ എന്നൊരു വളരെ ജനാധിപത്യത്തിൽ ഉയരാവുന്ന ഒരു ചോദ്യമാണ്. ഇപ്പം നമുക്ക് ശബരിമല ക്ഷേത്രത്തിൽ നമുക്ക് ഓർമ്മയുണ്ട്, കുറച്ച് മുമ്പാണ് തിരുവനന്തപുരത്തെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഇത്തരം കാര്യങ്ങളെപ്പറ്റി വലിയ സംശയങ്ങളും തർക്കങ്ങളൊക്കെ ഉയർന്നത്. അപ്പോൾ നമ്മുടെ ദരിദ്ര രാജ്യത്ത് ഈ തരത്തിൽ സ്വർണം, വെള്ളി തുടങ്ങിയുള്ള വിലപിടിച്ച സംഗതികളൊക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുക, അത് ആവശ്യമുണ്ടോ എന്ന് വിശ്വാസികൾ ആലോചിക്കണം. അത് ഈ വിശ്വാസികളുടെ തന്നെ അവർക്ക് തന്നെ ഉപകാരപ്പെടുന്ന തരത്തിൽ എന്തുകൊണ്ടത് ഉപയോഗിച്ചുകൂടാ. അപ്പോൾ ഞാൻ ഓർക്കുന്നത് 1979 മുസ്ലിങ്ങളുടെ തീർത്ഥാടന കേന്ദ്രമായ മക്കയിലെ വാതിൽ അന്നത്തെ ഖാലിദ് രാജാവ് 80 കിലോ സ്വർണം കൊണ്ട് പൊതിഞ്ഞത്.
അതിനെയൊന്നും എന്തിനാണ് അതിൻ്റെ അങ്ങനെ സ്വർണം കൊണ്ട് അവിടെ പൊതിയുന്നത്? അത് മനുഷ്യന് ഉപയോഗമുള്ള ഒരു സ്ഥലത്ത് എന്തുകൊണ്ട് ചെലവാക്കുന്നില്ല എന്ന് സാമാന്യമായി ആരും ചോദിച്ചില്ല. ഇപ്പം ബഷീറിൻ്റെ ആനവാരിയും പൊൻകുരിശും എന്നുള്ള തമാശ പുസ്തകത്തിൽ മനോഹരമായൊരു ചോദ്യമുണ്ട്. കർത്താവിനെ ക്രൂശിച്ചത് മരക്കുരിശിലാണ്, പള്ളിക്കെന്തിനാ പൊൻകുരിശ് എന്ന് തോമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ ദേവാലയങ്ങളിലും കൊടിമരമായിട്ടാണെങ്കിലും നിലവിളക്കായിട്ടാണെങ്കിലും കുരിശായിട്ടാണെങ്കിലും ഒക്കെ അത് സ്വർണം കൊണ്ട്, അതായത് വളരെ വില പിടിച്ചതാക്കുക. അപ്പം അങ്ങനെ ഈ തരത്തിൽ നമ്മുടെ നാട്ടിലെ സമ്പത്ത് ഒരു സ്ഥലത്ത് ഒരു മരിച്ച സ്വത്തായിട്ട്, ഡെഡ് മണി ആയിട്ട്, ഉപയോഗമില്ലാത്തതായിട്ട് കിടക്കുന്നൊരവസ്ഥ ഇതിനകത്തുണ്ട്. അതൊരു സാമ്പത്തിക പ്രശ്നമാണ്. പിന്നെ ഈ പറയുന്ന കളവുകളോ കൊള്ളകളോ ഒക്കെ വിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ല, അത് ഈ നാട്ടിലെ നിയമവാഴ്ചയുടെ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ പുതിയ ഗവൺമെൻറ് ശബരിമല കേസിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ഒരു സ്ഥാപനത്തിൻ്റെ വക്കീലിനെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വെച്ചു. അപ്പോൾ അത് പിൻവലിച്ചു, അദ്ദേഹത്തോട് രാജിവെക്കാൻ പറഞ്ഞു, അദ്ദേഹം രാജിവെച്ചു. പക്ഷെ അന്ന് പറഞ്ഞൊരു കാര്യം, വിശ്വാസികളുടെ പരാതി, അവരുടെ പരാതിക്ക്, അവരുടെ സങ്കടത്തിന് പരിഹാരമായിട്ടാണ് ഇത് ചെയ്തതെന്നാണ്. അത് വിശ്വാസികളുടെ മാത്രം പ്രശ്നമല്ലല്ലോ. ഇവിടെ ആരുടെ മുതൽ കെട്ടാലും അത് നിയമവാഴ്ചയുടെ പ്രശ്നമാണ്, ലോ ആൻഡ് ഓർഡറിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇതൊക്കെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഭക്തിയുടെ അല്ലെങ്കിൽ രാമൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ഒക്കെ പേരിലല്ല നമ്മൾ ചർച്ച ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇവിടുത്തെ മതപൗരോഹിത്യം എപ്പോഴും എല്ലാ നാട്ടിലും എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്നൊരു പണിയാണിത്. അവർക്ക് സമ്പത്ത് വേണം, നേതൃത്വം വേണം, പ്രസിദ്ധി വേണം, അധികാരം വേണം. അപ്പോൾ അതിന് പല തരത്തിലുള്ള തക്കിടികൾ അവർക്കുണ്ടാവും. അത് ജനാധിപത്യത്തിൻ്റെ കാലത്ത് ഒരു രീതിയിലാണെങ്കിൽ രാജാധിപത്യത്തിൻ്റെ കാലത്ത് വേറെ രീതിയിലായിരിക്കും. അപ്പോൾ അന്നില്ലാത്ത തരത്തിലുള്ള സൗകര്യം ഇന്ന് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിശ്വാസികൾ വളരെ ആലോചിക്കേണ്ട ഒരു കാര്യമാണിത്. ഈ തരത്തിൽ പൗരോഹിത്യത്തിന് വിധേയപ്പെട്ട് തങ്ങളുടെ ഉള്ളതും ഇല്ലാത്തതുമായ സമ്പത്ത് മുഴുവൻ ഇങ്ങനെ ഏതെങ്കിലും ഒരു ദേവസ്ഥാനത്ത് കൊണ്ട് ചെരിയേണ്ട ആവശ്യമുണ്ടോ? അതവിടെ ഇങ്ങനെ ഡെഡ് മണി ആയിട്ട് കിടക്കേണ്ട കാര്യമുണ്ടോ? പിന്നെ ഇവരൊക്കെ വിശ്വസിക്കുന്നതിന് പകരം ഇതൊക്കെ തീർച്ചയായിട്ടും എല്ലാ ആളുകൾക്കും അതിൻ്റെ വിവരങ്ങൾ കിട്ടാവുന്ന മട്ടിൽ എല്ലാ വിശ്വാസികൾക്ക്, അതിന് ബന്ധപ്പെട്ട ആളുകൾക്ക് അതിനൊരു സംവിധാനം ഉണ്ടായേ പറ്റുള്ളൂ. കാരണം എപ്പോഴും ഈ ഭണ്ഡാരപ്പെട്ടി എണ്ണുന്ന ആളുകൾ അത് മോഷ്ടിക്കുന്നതിൻ്റെ പല CCTV ദൃശ്യങ്ങളും കണ്ട ഓർമ്മയിലെ ഞാൻ പറയുന്നത്. കാരണം പണം അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ വെള്ളി എന്നുള്ളതൊക്കെ നമ്മൾ പറയുമല്ലോ, ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരില്ല. അപ്പോൾ എല്ലാവരും കള്ളന്മാരാന്ന് ഞാൻ അവിടെ ആക്ഷേപിച്ച് പറയല്ല. ഈ തരത്തിൽ നമ്മുടെ നാട്ടിലെ സമ്പത്ത് വിശ്വാസത്തിൻ്റെ പേരിൽ ഏത് മതക്കാരൻ്റെ ദേവസ്ഥാനത്താണെങ്കിലും ദേവാലയത്തിലാണെങ്കിലും ഇങ്ങനെ സ്വർണം പൂശാനും വെള്ളി പൂശാനും രത്നകിരീടം അണിയിക്കാനും ഒക്കെ ആയിട്ട് ഈ സമ്പത്ത് ഇങ്ങനെ കുന്നുകൂട്ടി അത് നിർജീവമായിട്ട് കിടത്തേണ്ടതുണ്ടോ? അത് ഈ വിശ്വാസികളുടെ തന്നെ ആവശ്യത്തിനും അവരുടെ സാമൂഹ്യമായ ക്ഷേമങ്ങൾക്കും ഉപയോഗിച്ചുകൂടെ എന്ന് ആലോചിക്കേണ്ട ഒരു ഘട്ടമാണ്. മറ്റൊരു ചർച്ച തന്നെ നടക്കേണ്ട വിഷയം കൂടിയാണ്. സുരേഷ് കുമാർ, ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ചയായി. പ്രത്യേകിച്ചും ഇടത് സൈബർ ഇടങ്ങളിൽ ശബരിമലയുമായി ബന്ധപ്പെടുത്തി അയോധ്യയെ, അതായത് ആ നിലയിലൊരു പ്രതിരോധം തീർക്കുന്ന പല പോസ്റ്റുകളും പ്രതികരണങ്ങളും ഒക്കെ കാണുകയാണ്. വലിയ കൊള്ള അവിടെ നടന്നിട്ടുണ്ട് എന്നത് ഇപ്പോൾ വരുന്ന വിവരങ്ങളാണ്. പൂർണ്ണമായും അത് എത്രയാണ് എന്നതിൽ കണ്ടെത്താൻ പോലും ആയിട്ടില്ല. ശരിയാണ്, ഇപ്പോൾ മറുപക്ഷത്ത് ഉയരുന്ന ചോദ്യം പോലെ തന്നെ വിശ്വാസികളുടെ എല്ലാ ലക്ഷണങ്ങളും ഞങ്ങൾക്കുണ്ട്, ഞങ്ങളാണ് വിശ്വാസത്തിന്റെ എല്ലാം എന്ന് അവകാശപ്പെടുന്നവരാണ് അവിടെ വലിയൊരു കൊള്ളം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോഴുള്ള ആരോപണം. പക്ഷെ അതിനെ മുൻനിർത്തി ശബരിമലയെ പ്രതിരോധിക്കാൻ എത്ര കണ്ടാകും? നോക്കൂ വസ്തുത, ഇവിടെ ശബരിമലയെ പ്രതിരോധിക്കാനോ ഈ കാര്യങ്ങളെയും ശബരിമലയിലുണ്ടായ വിഷയങ്ങളെയും സംബന്ധിച്ച് ക്ലബ് ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിവിടെ ചർച്ച തുടങ്ങി വെച്ച ഹിന്ദു ഐക്യവേദിയുടെ നേതാവാണ് ആ രൂപത്തിലുള്ള ഒരു ഡിഫൻസ് എടുത്തുകൊണ്ട് ചർച്ച തുടങ്ങി വെച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് തന്നെ രാംലല്ലയിൽ നിരവധിയായിട്ടുള്ള ഇന്ത്യയിലാകമാനം അതുപോലെ തന്നെ വിദേശത്തുള്ള ആളുകൾ നിരവധിയായിട്ടുള്ള വിലമതിക്കാനാവാത്ത സംഭാവനകൾ അവിടെ നൽകിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് തുടക്കം മുതൽ തന്നെ വലിയ ആക്ഷേപവും ആരോപണങ്ങളും ഉയർന്നു വന്നതാണ്. എന്നാൽ ഇന്ന് ഇപ്പോൾ നമ്മുടെ സമീപ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ശ്രീ അഖിലേഷ് യാദവ് MP മാത്രമല്ല,
ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേരത്തെ തന്നെ ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് അടുത്ത് നിന്ന് പ്രവർത്തിച്ച BJPയുടെ ഒരു MP ബ്രിജ്ഭൂഷൺ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം തന്നെ രംഗത്ത് വന്ന് വലിയ കൊള്ളയാണ് ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രസ്റ്റ് അംഗങ്ങൾ ഒന്നൊന്നായി കാണിക്ക എണ്ണാൻ ഏൽപ്പിച്ച ആളുകൾ പോലും വലിയ നിലയിൽ കോടീശ്വരന്മാരായി നിമിഷ നേരം കൊണ്ട് മാറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു. നിർവാഹമില്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ലാതെയാണ് UPയുടെ മുഖ്യമന്ത്രി SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിച്ച് അന്വേഷിക്കുമ്പോൾ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു 150-ലധികം പ്രതികളെ അവർ ഇപ്പോൾ തന്നെ സംശയത്തിൻ്റെ നിഴലിലാണ്. വിലമതിക്കാനാവാത്ത നിലയിലുള്ള വസ്തുവകകൾ, അത് സ്വർണ്ണമായിക്കൊള്ളട്ടെ, വെള്ളിയായിക്കൊള്ളട്ടെ, പണത്തിൻ്റെ രൂപത്തിലായിക്കൊള്ളട്ടെ, അവിടെ നിന്ന് അപഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഒരു മഹത്തായ സ്ഥാപനത്തെ അതിനെ മോശപ്പെടുത്തുന്ന നിലയിലേക്ക് കൊണ്ടുവരരുത് എന്ന ഡിഫൻസ് എടുക്കുന്നതിന് പിന്നിൽ വലിയ ഗൂഢോദ്ദേശമുണ്ട് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പോൾ കേരളത്തിൽ ഞാൻ എന്തായിരുന്നാലും ഇത് രണ്ടും ക്ലബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിൽ പോലും പറഞ്ഞ ആളുകൾ എടുത്തിട്ടുള്ള ഡിഫൻസുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുമ്പോൾ ഇതെല്ലാം കൊള്ളാം, ഞങ്ങളുടെ ഇടങ്ങളിലേക്ക് നടക്കുമ്പോൾ അതങ്ങനെ പറയരുത് എന്ന ഡിഫൻസ് നിങ്ങൾ എന്തുകൊണ്ട് എടുക്കുന്നു? അത് പാടണ്ടോ? അത് പാടില്ലല്ലോ, അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇവിടെ അഴിമതി അല്ലെങ്കിൽ അപഹരണം നടന്നിട്ടുണ്ട് എന്ന് വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ആദ്യം ചർച്ചയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞത്. എന്നാൽ അതല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്. അവിടെ നിസ്സംശയം 150-ലേറെ ആളുകളെ സംശയിക്കുന്നു. പല ആളുകളും അവരുടെ സമ്പത്തിൽ നിന്ന്, നിലവിലുള്ള സമ്പത്തിൽ നിന്നും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലൊരു വിജിലൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നിങ്ങൾ UPയിൽ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരിലൊരാളായിരുന്ന ഒരു MP തന്നെ രംഗത്ത് വന്ന് മാധ്യമപ്രവർത്തകരോട് പറയുകയാണ് ഇതിനകത്ത് നടക്കുന്നത് തീവെട്ടിക്കൊള്ളയാണ് എന്ന രൂപത്തിൽ പറയുകയാണ്. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് മറ്റ് വഴികളൊന്നുമില്ലാതെ UPയിലെ മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തേണ്ടുന്ന ഒരു രീതി ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ടൊന്നും ഇതിനെ ക്ലബ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കരുത്. അത് ഈ വിഷയത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഇടപെടലാണ്. നിങ്ങൾ ഇന്ന് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത് തന്നെ ഞാൻ സത്യത്തിൽ 24-നെ അഭിനന്ദിക്കുകയാണ്. കാരണം എന്താ അറിയാമോ, ഈ രാജ്യത്ത് നീറ്റ് പരീക്ഷ എഴുതിയ നിരവധികളായിട്ടുള്ള വിദ്യാർത്ഥികൾ അവരുടെ എല്ലാ പ്രതീക്ഷയും തകർന്നപ്പോൾ സ്വയം മരണം വരിച്ചു കൊണ്ടിരിക്കുന്ന കൗമാരക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ സ്വയം മരണം വരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികൾ BJPയും RSSും ഈ രാജ്യത്തെ ഭരണത്തിന് നേതൃത്വം നൽകുമ്പോൾ ആ രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളെ സംബന്ധിച്ച് നമുക്ക് ജനങ്ങൾക്ക് മുന്നിൽ പറയാൻ സാധിക്കുന്നില്ല എന്ന ഏറ്റവും വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥയിലാണ് ഈ രാജ്യം എത്തപ്പെട്ട് നിൽക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ അയോധ്യയിലുണ്ടായിട്ടുള്ള വിഷയം, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട് CJP കോക്രോച്ച് ജനതാ പാർട്ടി നടത്തുന്ന സമരമൊക്കെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പല ചെറു കാര്യങ്ങളുടെയും പിന്നാലെ വികാരഭരിതമായി ആ ദൗർബല്യങ്ങൾ അന്വേഷിച്ച് പരക്കം പായുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. അത് മാറ്റിവെക്കാൻ തയ്യാറായതിന് ഞാൻ 24-നെ അഭിനന്ദിക്കുകയാണ്. ശരി, ഞാൻ മടങ്ങി വരാം താങ്കളിലേക്ക്. ശ്രീ RV ബാബു, താങ്കളോടുള്ള ചോദ്യം, അതിനു മുൻപ് ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ച BJPയുടെ തന്നെ MP ആയിരുന്ന ബ്രിജ്ഭൂഷന്റെ ഈ അയോധ്യയിലെ കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രതികരണം ഒന്ന് കേൾക്കാം. जैसे कहते हैं कि बिना धुआं के कोई आग नहीं निकलती है, तो ये राम जन्मभूमि चंदा प्रकरण का जो धुआं निकल रहा है, इसमें कुछ न कुछ तो सच्चाई है. अब सरकार इसको देख रही है, मुझे पूरी उम्मीद है क्योंकि ये ट्रस्ट तक सीमित नहीं रह गया है. इसकी उंगली उठ करके जा रही है केंद्र सरकार के ऊपर, इसकी उंगली उठ रही है अब प्रदेश सरकार के ऊपर. तो मुझे पूरी उम्मीद है कि केंद्र की सरकार और प्रदेश की सरकार यानी योगी जी की सरकार इस प्रकरण को गंभीरता से इन्होंने लिया है और बहुत जल्द इसका सच्चाई देश की जनता के सामने आ जाएगा.
ശ്രീ ആർ വി ബാബു, അവിടെ വലിയ കൊള്ള നടക്കുന്നുണ്ട് എന്ന് തുറന്നു പറയുന്നത് BJP-യുടെ തന്നെ മുൻ MP ആണ്. അദ്ദേഹത്തിന് പല കാര്യങ്ങളും തുറന്നു പറയാൻ പേടിയുണ്ട്, ജീവൻ തന്നെ അപകടത്തിലാകും എന്നത് പറയുന്നു. അപ്പോൾ അവിടെ ഒന്നും നടന്നിട്ടില്ല, അല്ലെങ്കിൽ അത് കണ്ടെത്തിയിട്ടില്ല എന്നുള്ള പ്രതിരോധം എത്ര നാൾ നമുക്ക് ഉയർത്താനാകും? മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെടുത്തിയ ഒരു ജ്വല്ലറിയാണ് അവിടെ അത്ര വലിയ വെള്ളിക്കട്ടകൾ നൽകുന്നത്. 60 കിലോയോളം വെള്ളിക്കട്ടയുടെ രൂപത്തിൽ അത് നൽകുകയാണ്. അത് പ്രാണപ്രതിഷ്ഠാ ദിനം മുതൽ ഇതുവരെ അവിടുത്തെ ഒരു റെക്കോർഡുകളിലും രേഖപ്പെടുത്തിയിട്ടുമില്ല. സ്വാഭാവികമായും ഇത്ര വലിയൊരു സംഭാവന നൽകുമ്പോൾ അത് അവിടുത്തെ കാണിക്ക എണ്ണാൻ വരുന്ന സാധാരണക്കാരായ ആളുകളുടെ കയ്യിലായിരിക്കില്ലല്ലോ കൊടുക്കുന്നത്, അത് ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അതുപോലും അവിടെ രേഖപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ ഈ തട്ടിപ്പിന്റെ വേരുകൾ നീളുന്നത് എവിടേക്ക് വരെയാണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. താങ്കൾ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ അമ്പലങ്ങളുടെ നേതൃത്വം, അത് വിശ്വാസികളാണ് നേതൃത്വം നൽകേണ്ടതെങ്കിൽ ഇവിടെ അതൊക്കെയും വിശ്വാസികളാണല്ലോ. ഇവിടെ ഇപ്പോൾ ഈ ട്രസ്റ്റിന്റെ ചുമതലയുള്ള ആൾ ചമ്പത് റായ് BHP-യുടെ നേതാവ് കൂടിയാണ്, അത് വിശ്വാസിയല്ലേ അവരൊക്കെ? അപ്പോൾ വിശ്വാസികൾ നേതൃത്വം നൽകുന്ന ഇടത്തെ സംഭവിക്കുന്ന വീഴ്ചയെക്കുറിച്ചും കളവിനെക്കുറിച്ചും കൊള്ളയെക്കുറിച്ചുമാണ് ചോദ്യം, ശ്രീ ആർ വി ബാബു. അല്ല സീത, ഇവിടെ ആരാണ് അന്വേഷണം നടത്തേണ്ടതെന്ന് പറഞ്ഞു? ഞാൻ പറഞ്ഞോ തുടക്കത്തിൽ തന്നെ? ഞാൻ എന്താ പറഞ്ഞത്? അന്വേഷണം നടക്കണം, കുറ്റക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കണം, അത് കഠിനമായി ശിക്ഷ കിട്ടണം, മറ്റുള്ളവർക്ക് മാതൃകയാവുന്ന ശിക്ഷ കൊടുക്കണം എന്നല്ലേ പറഞ്ഞത്? ഇവിടെ എന്തിനാണ് നിങ്ങൾ ഈ ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിക്കുന്നത്? ഞങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഭയമില്ലെന്നേ. ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടക്കണം, അതിന് SIT അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. അതല്ലാതെ വേറെ എന്താണ് ചെയ്യുക? ഇവിടെ സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞു. സുപ്രീം കോടതിയിൽ ആ തരത്തിൽ പരാതി ഉണ്ടെങ്കിൽ പരാതിക്കാർ സുപ്രീം കോടതിയിൽ സമീപിച്ചിട്ട് അതിനെ സംബന്ധിച്ച് നിലപാട് മയപ്പെടുത്തുന്നത് എന്തിനാണ് എന്നുള്ളതാണ് പ്രശ്നം. നോക്കൂ, താങ്കളാണ് ആദ്യം ശബരിമലയുമായി ഇതിനെ ബന്ധപ്പെടുത്തി സംസാരിച്ചത്. ശബരിമലയിൽ എടുത്ത ആ ഒരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നല്ലോ, ആ കൊള്ള നീളുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രിയിലേക്കാണ്, സർക്കാരിലേക്കാണ്, ആ സർക്കാരിന് നേതൃത്വം നൽകിയ രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് എന്നുള്ളത് ധീരമായി നിലപാടെടുത്തവരായിരുന്നല്ലോ RSS-ഉം BJP-യും അങ്ങനെ ഉൾപ്പെടുന്ന സംഘപരിവാർ സംഘടനകളൊക്കെയും. ഇവിടെ RSS നേതൃത്വം നൽകുന്ന ഒരു ട്രസ്റ്റിന്റെ കീഴിൽ അവർ നിയന്ത്രിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ നടന്ന വലിയ കൊള്ളയെക്കുറിച്ചാണ് ചോദ്യം. എന്തിനാണ് അവിടെ നിലപാട് ഡയല്യൂട്ട് ചെയ്യുന്നത് ശ്രീ ആർ വി ബാബു? ഇവിടെ മറ്റാരോടാണ് ചോദിക്കേണ്ടത്? ശബരിമല വിഷയം ഞാൻ സംസാരിച്ചത് അസിതയുടെ ചോദ്യത്തിന് മറുപടി ആയിട്ടാണ്. അസിതയാണ് ശബരിമലയുമായിട്ട് ബന്ധിപ്പിച്ചത്. അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, ഞാനായിട്ട് പറഞ്ഞതല്ല ശബരിമല. എന്തിനാണ് നിങ്ങൾ വസ്തുതകൾ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾക്കൊരു അജണ്ട ഉണ്ടാവാം, ആ അജണ്ട നിങ്ങൾ നടപ്പാക്കിക്കോളൂ. ഞാൻ ഇൻട്രോയിലടക്കം ശബരിമല സൂചിപ്പിച്ചു. അത് ചോദിക്കുന്നത് ഈ സമീപകാലത്ത് ക്ഷേത്ര കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സംഘപരിവാർ എടുത്തൊരു നിലപാടിനെ ചൂണ്ടിക്കാട്ടാനാണ്. അന്ന് അവിടെ എടുത്ത ധീരമായ നിലപാട് അത് വിശ്വാസികൾക്കൊപ്പം എന്നുള്ളതായിരുന്നു. അവിടെ കുറ്റക്കാർക്കൊരു രാഷ്ട്രീയ ചായ നിങ്ങൾ തന്നെ നിർമ്മിച്ചു നൽകിയിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ അത് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അതിന്റെ എല്ലാ ക്ലാസിക് ഉദാഹരണങ്ങളും ഉള്ളൊരു കേസിനെ കുറിച്ചാണ് നമ്മൾ അയോധ്യയിൽ സംസാരിക്കുന്നത്. അവിടെ ഒരു ട്രസ്റ്റാണ്, സർക്കാരിന് പോലും അതിൽ ആ നിലയിൽ ഉത്തരവാദിത്തമില്ല. അപ്പോൾ ട്രസ്റ്റാണ് ഉത്തരം പറയേണ്ടത്. ആ ട്രസ്റ്റിന് നേതൃത്വം നൽകുന്ന ആൾ BHP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ അതിൽ ആർക്കാണ് ഉത്തരവാദിത്തം? അത് കൊള്ളക്കാരെയൊക്കെ അങ്ങ് പിടിക്കട്ടെ എന്നുള്ള നിലപാട്, അവിടെയാണ് പ്രശ്നം. കൊള്ളക്കാരെ പിടിക്കണം കേട്ടോ, അത് വേണ്ട എന്നല്ല. ആ നിലപാടിലെ മയപ്പെടുത്തൽ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ശബരിമലയിൽ അതായിരുന്നില്ലല്ലോ പറഞ്ഞത്. അല്ല, പിന്നെ എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ? എന്താണ് പിന്നെ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ആ ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കുക, ആ ആരോപണം ശരിയാണോ എന്ന് വ്യക്തമാവുക, ആ ആരോപണത്തെ സംബന്ധിച്ച് കഴമ്പുണ്ടെന്ന് തോന്നിയാൽ അതിനെക്കുറിച്ച് FIR ഇടുക, കുറ്റക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക, ശിക്ഷിക്കുക, അവരെ ആ ചുമതലകളിൽ നിന്നൊക്കെ ഒഴിവാക്കുക. അതല്ലേ ചെയ്യാൻ സാധിക്കൂ. ഇവിടെ നിങ്ങൾ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ നിലപാടെടുത്തു, ശരിയാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ട് നിലപാട് ശക്തമായി എടുത്തത് ദേവസ്വം ബോർഡിന്റെ തന്നെ വിജിലൻസ് അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദേവസ്വം ബോർഡ് തന്നെ നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലപാടെടുത്തത്. ഇവിടെയും ഇപ്പോൾ ഒരു SIT രൂപീകരിച്ചിരിക്കുന്നു, അതിന്റെ റിപ്പോർട്ട് നാളെ കൊടുക്കാൻ പോകുന്നു. കുറെ ആരോപണങ്ങൾ ഇപ്പൊ ഇവിടെ പറയുന്നത് കേട്ടാൽ തോന്നും രാമക്ഷേത്രം, രാമഭക്തരെന്നൊക്കെ ആവേശത്തോടെ ഭക്തിയോടെയൊക്കെ പറയുന്നത് കേട്ടാൽ തോന്നും ഇവർ തുടക്കം മുതൽ രാമക്ഷേത്രത്തിനും രാമക്ഷേത്ര നിർമ്മാണത്തിനൊക്കെ അനുകൂലമായിരുന്നു. അങ്ങനെയല്ലല്ലോ. കിട്ടുന്ന ഓരോ അവസരവും ആ ക്ഷേത്രത്തിനെതിരായും ആ ക്ഷേത്രത്തെ അപകീർത്തിപ്പെടുത്താനും ക്ഷേത്ര നിർമ്മാണത്തെ തടസ്സപ്പെടുത്താനും ഒക്കെ ശ്രമിച്ച ആളുകളാണ്. ഇപ്പൊ അവിടെ കൊള്ള നടന്നു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്ന ആൾക്കാർ. അങ്ങനെ ഒരു വിഭാഗത്തിന് ക്ഷേത്രത്തോട് അസഹിഷ്ണുതയുണ്ടെങ്കിൽ സ്വാഭാവികമായി അതിന്റെ നടപടിക്രമങ്ങൾ അത്രമേൽ സുതാര്യമാകണ്ടേ? ഇല്ലെങ്കിൽ മറുഭാഗത്തിന് ചോദ്യങ്ങൾ ഉയരുമല്ലോ. അല്ല ആ സുതാര്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ SIT പറയട്ടെ എന്ന്. ആ സുതാര്യത ഇല്ലായ്മയുണ്ട്, അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിൽ അത്തരം കാര്യങ്ങൾ തെളിഞ്ഞാൽ തീർച്ചയായും നടപടികൾ വേണമെന്ന്. അതിൽ കുറ്റക്കാരായ ആളുകൾ, നിങ്ങൾ ചമ്പത് റായിയുടെ അടക്കം പേര് പറഞ്ഞു. അദ്ദേഹം പ്രചാരകനാണ്, സംഘപ്രചാരകനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അടക്കം പേര് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിനടക്കം കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണമെന്ന്.
ഞങ്ങൾ ആരെങ്കിലും ചിട്ടിക്ക് പത്മകുമാറിനെ രക്ഷിച്ചു നിർത്തിക്കണ പോലെ ഞങ്ങൾ ആരെങ്കിലും രക്ഷിച്ചു നിർത്തിയിട്ടുണ്ടോ? അല്ല, ഞാൻ ചോദിക്കുന്നത് പത്മകുമാർ അവിടെ ചിത്രത്തിലേക്ക് വരുമ്പോൾ, എൻ വാസു അവിടെ ചിത്രത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വേഗം CPIM-ഉമായി അല്ല ശ്രീ ആർ വി ബാബു, ഞാൻ അതിൽ ചോദിക്കാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ശബരിമലയുമായി ഇതിന് വരുന്ന കണക്ഷൻ തന്നെ അതാണ്. അവിടെ പത്മകുമാർ ചിത്രത്തിലേക്ക് വരുമ്പോൾ ശ്രീ ആർ വി ബാബു, ഒറ്റ ചോദ്യം നോക്കൂ, എന്റെ സംശയം ഇത്രയേ ഉള്ളൂ. അതിൽ താങ്കൾക്ക് നിലപാടെടുക്കാം, അതിൽ പ്രശ്നമില്ല. അല്ല ശ്രീ ആർ വി ബാബു, എന്റെ ചോദ്യം അതാണ്. അവിടെ പത്മകുമാർ ചിത്രത്തിലേക്ക് വരുമ്പോൾ അത് വളരെ വേഗം അത് CPIM-ഉമായി കണക്റ്റഡ് ആകുന്നുണ്ട്. ഇവിടെ ആ ട്രസ്റ്റിന്റെ ഭാരവാഹികൾ RSS-കാരും BJP-കാരും ആകുമ്പോൾ അതിനൊരു രാഷ്ട്രീയ ചിത്രം ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അതിന് രാഷ്ട്രീയ ചിത്രം ഉണ്ടെന്ന് എപ്പോഴാ അതിന് രാഷ്ട്രീയ ചിത്രം വരുന്നത്? ഇവിടെ പത്മകുമാർ അടക്കം ചിത്രത്തിലേക്ക് വന്നത് എപ്പോഴാണ്? അന്വേഷണ സമിതി അല്ലെങ്കിൽ അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകളുടെ അല്ലെങ്കിൽ അവർ പറഞ്ഞ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഒരു അന്വേഷണ സംഘം അങ്ങനെ ഒരു റിപ്പോർട്ട് പറഞ്ഞിട്ടില്ലല്ലോ. ആ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് വരുന്നത് വരെ ശബരിമലയിലെ കേസ് നമ്മളാരെങ്കിലും പറഞ്ഞോ? നമ്മളാരെങ്കിലും ചൂണ്ടിക്കാണിച്ചോ? ഇല്ലല്ലോ. അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ മുഴുവൻ ചർച്ചകൾ നടന്നത്. ഇവിടെ ഞാൻ പറയുന്നത്, ഇപ്പൊ ഇവിടെ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യം സ്വാഗതാർഹമാണ്. ഞങ്ങളൊക്കെ ഇതൊക്കെ ആവശ്യപ്പെടുന്നതാ. ഞങ്ങള് ദേവസ്വം ബോർഡിന്, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ദേവസ്വം ബോർഡിനോട് നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ, ദേവസ്വം വെബ്സൈറ്റിൽ ഓരോ ക്ഷേത്രത്തിന്റെയും കണക്കുകൾ പ്രസിദ്ധീകരിക്കണം. ഞങ്ങൾ ആവശ്യപ്പെട്ടതാ. ഇത് ശബരിമലയിലായാലും അല്ലെങ്കിൽ അയോധ്യയിലായാലും ഒക്കെ ട്രാൻസ്പെറൻസി വേണമെന്ന്. ആ കണക്കുകൾ പുറത്തു വരണം. ഭക്തന്മാർക്ക് അറിയാനുള്ള അവകാശം ഉണ്ടെന്ന് ഞങ്ങൾ പറയും. അത് അയോധ്യയിലും വേണം, യാതൊരു സംശയമില്ല. പിന്നെ കാരശ്ശേരി മാഷ് പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായും ക്ഷേത്രങ്ങളിലെ സമ്പത്ത് ഭക്തജനങ്ങളുടെ ക്ഷേമത്തിനും ക്ഷേത്രങ്ങളുടെ മറ്റേ വിശ്വാസികളുടെ ക്ഷേമത്തിനും അവരുടെ സാമ്പത്തികമായ ആധ്യാത്മികമായ വികസനത്തിന് വേണ്ടി ചെലവാക്കണമെന്നേ. ഇപ്പൊ തിരുപ്പതി നമുക്കതിന് വലിയ ഉദാഹരണമാണ്. തിരുപ്പതി കേന്ദ്രീകരിച്ച് നടക്കുന്ന ആ ക്ഷേത്രം നടത്തുന്ന വികസന പ്രവർത്തനം ഞങ്ങൾ പലയിടത്തും പറയാറുണ്ട്. അത് മോഡലാക്കണം എന്ന് ഞങ്ങൾ പലരോടും പറയാറുണ്ട്. ഇപ്പോൾ രാഹുൽ ഈശ്വർ ഇവിടെ ധർമ്മസ്ഥലയുടെ കാര്യം പറഞ്ഞു. ഇപ്പോഴാണ് ലേറ്റസ്റ്റ് ആയിട്ട് ധർമ്മസ്ഥലയുടെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നത്. ആ പുറത്തു വന്ന സമയത്ത് ഞെട്ടിപ്പോകുന്ന തരത്തിലാണ്. കാരണം അത്രയും വികസന പ്രവർത്തനങ്ങൾ, സോഷ്യൽ ആക്ടിവിറ്റീസ് ധർമ്മസ്ഥല കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. നൂറുകണക്കിന് ആളുകളുടെ വിവാഹങ്ങൾ അവർ നടത്തിക്കൊടുക്കുന്നു. അതേപോലുള്ള പാവപ്പെട്ടവരെ സഹായിക്കുന്ന കാര്യങ്ങൾ അവർ നടത്തുന്നു ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് കണ്ടപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ക്ഷേത്രങ്ങൾ മോഡലാവണം. ഗുരുവായൂർ എന്തുകൊണ്ട് നടക്കുന്നില്ല? നമ്മൾ പറയും ഗുരുവായൂർ 2000 കിലോ സ്വർണ്ണം മറ്റോ അവിടെ നിക്ഷേപമുണ്ട്. എന്തിന്? ആർക്ക് വേണ്ടിയാ? ഇതുപോലെ കൊള്ളയടിക്കാനോ? നമ്മൾ പറയുന്നത് അത് തെറ്റാണ്. നിങ്ങൾ അതങ്ങനെ ചെയ്യാൻ പാടില്ല. ചർച്ചയിൽ തീരുമാനമെടുക്കാനാകാത്തതാണല്ലോ, അതുകൊണ്ട് ഞാൻ അതിൽ ഇടപെടുന്നു. ആ നിലപാട് സ്വാഗതാർഹവുമാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് BJP ഇതര കക്ഷികൾ, അതിപ്പോൾ മറ്റാരും ആയിക്കോട്ടെ, അവിടെയാകുമ്പോൾ അതിന് വളരെ വേഗം രാഷ്ട്രീയ നിറം വരികയും മറുഭാഗത്തേക്ക് വരുമ്പോൾ കാത്തിരിക്കൂ, FIR വരട്ടെ, പ്രതികളെ കണ്ടെത്തട്ടെ, അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം മനസ്സിലാക്കട്ടെ, എന്നിട്ട് നിലപാടെടുക്കാമെന്ന് പറയുന്നതിലെ പ്രശ്നമാണ്. അതാ ഇന്നിപ്പോൾ ഈ ചർച്ചയ്ക്ക് പോലും BJP പ്രതിനിധികളെ അയക്കുന്നില്ല. അവർക്ക് അയോധ്യ സംസാരിക്കാൻ താല്പര്യമില്ല. ശബരിമലയിൽ അതായിരുന്നില്ല നിലപാട്. അവിടെയാണ് പ്രശ്നം. ഞാൻ മടങ്ങി വരാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ GV ഹരി. ഒരു തെരഞ്ഞെടുപ്പിനോട് ഏറ്റവും അടുത്തൊരു സമയമാണ് ഉത്തർപ്രദേശിലുള്ളത്. അയോധ്യ വലിയ വോട്ട് ബാങ്കായി മാറുമെന്നുള്ള പ്രതീക്ഷ BJPക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അതിന്റെ സൂചനകൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടതുമില്ല. മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഘട്ടത്തിൽ താങ്കൾ മുൻപ് സൂചിപ്പിച്ച ആരോപണങ്ങൾ, അതിനൊക്കെ ഈ ട്രസ്റ്റ് കുറെ മറുപടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ ഇങ്ങനെ കൂടി വരികയാണ്. അപ്പോൾ എങ്ങനെയാണ് അവിടെ ഈ നിലയിൽ തന്നെ വളരെ വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. അത് SP-യുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ BJPയുടെ നിലപാട് പോലെ, RSSന്റെ നിലപാട് പോലെ SITയുടെ റിപ്പോർട്ട് വരട്ടെ, അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പൂർത്തിയാകട്ടെ, അതുവരെ കാത്തിരിക്കാമെന്നുള്ളത് തന്നെയാണോ കോൺഗ്രസും കാണുന്നത്? അസിത, ഇത് ഇവർ പറയുന്ന പോലെ വളരെ ലാഘവത്തോടുകൂടി കാണേണ്ട ഒരു കാര്യമല്ല. ഒന്ന്, ഇത് സുധാകർ സിംഗ് RJDയുടെ MP, അദ്ദേഹം ഈ ട്രസ്റ്റിനൊരു ലീഗൽ നോട്ടീസ് അയച്ചു. ആദ്യത്തെ തുടക്കം അങ്ങനെയാണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഇതിൻ്റെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഇതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ സൂചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കത്ത് അദ്ദേഹം കൊടുത്തിരുന്നു. ആദ്യം RJDയുടെ MP ആയിരുന്നു അദ്ദേഹം, സുധാകർ സിംഗ്. പക്ഷേ ഒരു തരത്തിലുള്ള വിവരങ്ങൾ ഇവർ പുറത്തുവിട്ടില്ല. രണ്ടാമത് അഖിലേഷ് യാദവാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വലിയ ഇഷ്യൂ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിട്ട് അദ്ദേഹം വലിയൊരു ആരോപണം ഉന്നയിച്ചു. തുടർന്ന് സഞ്ജയ് സിംഗ് എന്ന് പറയുന്ന ഒരാൾ അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഒരു FIR രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി കൊടുത്തു. ആ പരാതിക്ക് ഒരു തരത്തിലുമുള്ള ഒരു
ഇടപെടലുകളും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് അജയ് റായ് UP പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ വളരെ സജീവമായി ഈ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇതിനെ വളരെ ജനങ്ങളുടെ മുന്നിൽ അദ്ദേഹം നേരത്തെ നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബ്രിജ് ഭൂഷൺ അദ്ദേഹത്തിൻ്റെ നിങ്ങളിവിടെ കാണിച്ചിട്ടുള്ള അതിൽ അദ്ദേഹം പറയുന്നുണ്ട് തീ ഇല്ലാതെ പുക ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമാണ്. ഇത് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ രാജ്യത്ത് ഒരു സോഷ്യൽ ഇംപ്ലിക്കേഷൻ ഉണ്ടാകുന്നത്. ആ സോഷ്യൽ ഇംപ്ലിക്കേഷൻ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഭക്തജനങ്ങൾ ഈ സംഭാവന കൊടുക്കുന്നത്? നമുക്കറിയാവുന്ന പോലെ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള വിശ്വാസികളുള്ള ഏറ്റവും കൂടുതൽ വിശ്വാസികളുള്ള ഒരു സമൂഹമാണ്. എല്ലാ തരത്തിലുള്ള 10-13 മതങ്ങളിൽ വിശ്വസിക്കുന്ന വിശ്വാസികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ്റെ പലതരത്തിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് കൊടുക്കുന്ന ഈ പണമൊക്കെ തന്നെ ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അടക്കം അതിനകത്ത് ഇടപെട്ടുകൊണ്ട് ആ പണം മുഴുവൻ അവർ അടിച്ചുകൊണ്ടുപോയി വലിയ സമ്പന്നന്മാരാകുന്നൊരു കാഴ്ച അത് ശബരിമലയിലാണെങ്കിലും അത് ശ്രീരാമക്ഷേത്രത്തിലാണെങ്കിലും നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ രാജ്യത്തെ ഭക്തജനങ്ങൾക്കിടയിൽ സാമൂഹ്യപരമായി ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ വരുന്ന പുതിയ റിപ്പോർട്ട് പ്രകാരം 80% ഈ അമ്പലത്തിലേക്ക് കൊടുത്തുകൊണ്ടിരുന്ന സംഭാവനയിൽ 80% കുറവ് ഈ വിഷയത്തിന് ശേഷം ഉണ്ടായിട്ടുണ്ട് എന്ന് കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ തിരിച്ചറിയണം. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലം അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ട് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് കൂടി അതുണ്ടാക്കുന്ന റിപ്പിൾസ് എന്തൊക്കെയാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി 3 പ്രധാനപ്പെട്ട കാര്യം ഇവിടെ RV ബാബു പറഞ്ഞു. ഈ വിജിലൻസ് കൊടുത്തിട്ടുള്ളൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പത്മകുമാർ അടക്കമുള്ള ആളുകളെ CPM-നെ പുറത്താക്കുക, അദ്ദേഹത്തെ സംരക്ഷിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, 3 പേരുടെ പേരുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ചമ്പത് റായ്, അതോടൊപ്പം തന്നെ ഗോപാൽ മിശ്ര, അതോടൊപ്പം തന്നെ അനിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. നേരത്തെ മറ്റൊരാളുടെ പേര് പ്രധാനപ്പെട്ട ഒരാളുടെ പേര് പുറത്തു വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോപാൽ റാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ടിൻഡു യാദവ് എന്ന് പറയുന്ന ഒരാളാണ്. രാമകൃഷ്ണൻ എന്നാണ് അയാളുടെ ശരിക്കുള്ള പേരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ, ഈ രാമശങ്കർ എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ ഇവർക്ക് ഇതുവരെയും പുറത്താക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ചമ്പത് റായ് എന്ന് പറയുന്നത് ഹിന്ദു ഐക്യവേദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കന്മാരിൽ ഒരാളാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്നറിയാമോ? ഇപ്പോൾ തന്നെ സന്യാസിമാർ, ഇപ്പോൾ ശങ്കരാചാര്യ പീഠവുമായി അടക്കമുള്ള സന്യാസിമാർ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവരുന്നൊരു വാർത്തയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. അവർ പറയുന്നത് സുപ്രീം കോടതി ഇത്തരത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഇതിന്റെ മുഴുവൻ ചുമതല ഞാനിതൊന്ന് പറഞ്ഞോട്ടെ അങ്ങോട്ട് ഞാൻ പറഞ്ഞത് ഏത് അന്വേഷണ സമിതിയാ? ഞാൻ പറഞ്ഞോട്ടെ ഒരു മിനിറ്റ്. ഞാൻ പറഞ്ഞോട്ടെ ശ്രീ രാവി ബാബു, അങ്ങ് അസ്വസ്ഥനാകല്ലേ? ഞാൻ പറയുമ്പോ അങ്ങ് കേട്ടോളൂ. ഞാൻ അസ്വസ്ഥപ്പെടേണ്ട കാര്യമില്ല. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ അങ്ങ് ഞാൻ പറയുന്ന സമയത്ത് എന്നെ തടസ്സപ്പെടുത്താതിരിക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളിനകത്ത് യാഥാർത്ഥ്യം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഇതിനകത്ത് സുപ്രീം കോടതി കേട്ടോ അസിത, ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം സുപ്രീം കോടതി പറഞ്ഞത് ഇത് നല്ല ഭക്തജനങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുടെ കയ്യിലേക്ക് ഈ ട്രസ്റ്റിനെ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇവർ ചെയ്തതെന്താണെന്നറിയാമോ? പ്രധാനമന്ത്രി ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നൃപേന്ദ്ര മിശ്ര അടക്കമുള്ള അദ്ദേഹത്തിൻ്റെ പഴയ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ആളാണ്. ഈ അമ്പലം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അതിന് നേതൃത്വം കൊടുത്ത ആൾ അദ്ദേഹമാണ്. അപ്പോൾ ഇതിനകത്ത് സന്യാസിമാരെ, ഇതിൽ വിശ്വാസികളും സന്യാസിമാരെ പോലുള്ള വലിയ വലിയ ആളുകളുണ്ട്, വിദഗ്ധന്മാരായിട്ടുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ ഏൽപ്പിക്കുന്നതിന് പകരം VHPയുടെയും RSSൻ്റെയും ഒക്കെ നേതാക്കന്മാരെ ഇതിൻ്റെ ചുമതല അതിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനെ ശ്രീ RV ബാബുവിടെ വന്നിട്ട് ന്യായീകരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. VHP എന്ന് പറയുന്നത് അങ്ങയുടെ നേതാവ് കൂടിയാണല്ലോ ഈ ചമ്പത് റായ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആളുകളെ ആദ്യം പുറത്താക്കണമെന്നേ. ഈ ട്രസ്റ്റ് തന്നെ, ഇപ്പോൾ നിലവിലിരിക്കുന്ന ഈ ട്രസ്റ്റ് തന്നെ പിരിച്ചുവിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ഡയറക്റ്റായിട്ട് ഈ കാര്യങ്ങൾ ഏറ്റെടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്വകാര്യ ട്രസ്റ്റ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ ട്രസ്റ്റ് ആകരുത്. രാഹുൽ ഗാന്ധി ആദ്യം പുറത്താക്കണം. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ആദ്യം പുറത്താക്കണം. നാഷണൽ ഹെറാൾഡ് കേസിൽ ജാമ്യത്തിൽ നിൽക്കുന്ന അതൊക്കെ നിങ്ങൾ കുറെ കാലമായിട്ട് ശ്രീ RV ബാബു അദ്ദേഹത്തെ അകത്താക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്ന് തൊടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അല്ലേ? ഇല്ലേ? അല്ലല്ല, വസ്തുതയൊന്നും അല്ല. അത് ഞാൻ പറയട്ടെ, ഇതിനകത്ത് നിങ്ങൾ പറയുന്ന ഞാൻ പറയുന്ന കാര്യങ്ങളിൽ രാഹുൽ ഗാന്ധിയെ അകത്താക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ച് നടക്കാതെ അദ്ദേഹത്തെ സുഖമായിട്ട് രാജ്യത്ത് നടക്കുന്നത്. നിങ്ങളല്ലേ ഭരിക്കുന്നത്? 10-12 കൊല്ലമായിട്ട് നിങ്ങൾ ഭരിക്കുന്നില്ലേ? എന്താ അകത്താക്കുന്നത്? ഇതൊക്കെ നിങ്ങൾക്ക് പറയാനുള്ളതല്ലാതെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഒരു തരത്തിലും, അദ്ദേഹം പറഞ്ഞ ഏത് കാര്യമാണ് സത്യം അല്ലാതുള്ളത്? അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള അതുകൊണ്ട്
ജനങ്ങള് സീറോ സീറ്റ് പല സംസ്ഥാനങ്ങളിലും കൊടുത്തതുകൊണ്ടാണ്. രണ്ട് സ്ഥലത്ത് നിങ്ങൾ പറയുന്നത് ജനങ്ങൾ വിശ്വസിക്കുന്നില്ല ഹരി. അസിത അദ്ദേഹം ഇടപെട്ടുകൊണ്ടേയിരിക്കും. കാര്യം അറിയോ, ഈ സത്യങ്ങളൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ അസ്വസ്ഥത ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത് ഇപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പറഞ്ഞതിനെ അദ്ദേഹം ഒന്ന് കുത്തി നോവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് ഞങ്ങളൊക്കെ പോലുള്ള ആളുകളൊക്കെ ഈ രാമക്ഷേത്രം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിച്ചെന്നാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ശ്രമിച്ചുകൊണ്ടാണ് ഈ രാമക്ഷേത്രം ഇവിടെ വന്നത്. സാറേ, ഞാനാ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ആരും ഇതിന്റെ അട്ടിപ്പേർ ഹിന്ദു സമൂഹത്തിന്റെ അട്ടിപ്പേർന്ന് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊക്കെ ഈ രാജ്യത്തെ എല്ലാ മതവിശ്വാസികൾക്ക്, ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം BJPക്കും മാത്രം സ്വന്തമായിട്ടാണെന്നും അങ്ങ് ധരിക്കണ്ട, അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അങ്ങനെയുള്ളൊരു ധാരണയൊന്നും വേണ്ട. ആ ധാരണയൊക്കെ തിരുത്തി മുന്നോട്ട് പോകണം. അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്കൊക്കെ ഉണ്ട്. ഇതിന്റെ എല്ലാം പ്രവർത്തന, ഇതിന്റെ എല്ലാ അതൊക്കെ ഇപ്പൊ എന്തായാലും അല്ല നോക്കൂ അസിത, ഞാൻ പറയുന്നത് ശ്രീ RV ബാബുവിനെ പോലെ ഒരാളോട് എനിക്ക് കയർത്ത് സംസാരിക്കാനുള്ള ഒരു വിഷമമുണ്ട്. വേറെ ഒന്നുമില്ല, അദ്ദേഹം എന്നെക്കാളുള്ള സീനിയർ ആയിട്ടുള്ള അല്ല എത്രയേ ഉള്ളൂ അസിത. വളരെ സിമ്പിൾ ആണ്, വളരെ ലളിതമാണ്. ഇത്തരത്തിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചർച്ചയ്ക്ക് പോകണ്ടോ ഞാൻ പറയാനുള്ള ശ്രീ RV ബാബു, നിങ്ങൾക്ക് അസിത ബാബു, നിങ്ങൾക്ക് ആർജവം, നിങ്ങൾ ഈ ചമ്പത്രായിയെ പുറത്താക്കും. ആദ്യം നിങ്ങൾ ചമ്പത്രായി, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ആവും, എനിക്കറിയാം. ചമ്പത്രായിയെ നിങ്ങൾ പുറത്താക്കണം. നിങ്ങൾ ചമ്പത്രായിയെ പുറത്താക്കണം. അതോടൊപ്പം തന്നെ ഗോപാൽ റാവുവിനെ സംസാരിക്കുന്നത് അതിനൊരു അന്തസ്സുണ്ട് എന്ന്. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇപ്പോ ഹിന്ദു ഐക്യവേദിയുടെ നേതാവ് എന്ന നിലയിൽ ഞാൻ ശ്രീ RV ബാബുവിനോട് പറയുന്നു, ഈ ചമ്പത്രായിയൊക്കെ ആരോപണ വിധേയരായി കഴിഞ്ഞു, അവരെയൊക്കെ പുറത്താക്കുന്നത്. അസിത ഇത്ര നിഷ്കളങ്കയായി പറയരുത് കേട്ടോ. കാരണം ഈ ഉത്തർപ്രദേശിൽ നിന്ന് ഇവർക്ക് അനുകൂലമായി അല്ലാതെ ഒരു റിപ്പോർട്ട് വരുമെന്ന് നിങ്ങൾ കരുതുന്നു? ഞാനാ പറഞ്ഞത്. അപ്പോ ഇതിനകത്ത് നമ്മൾ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറയട്ടെ, ഒരു ഹിന്ദുമത വിശ്വാസിയുടെ, ഏത് രാജ്യത്തെ ഹിന്ദുമത വിശ്വാസിയുടെ 1 രൂപയാണെങ്കിലും പോയാൽ അതിനെതിരെ ശക്തമായ നിലപാടെടുക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത്. അതല്ലാതെ അവരെയൊന്നും സംരക്ഷിക്കാൻ വരരുത് ശ്രീ RV ബാബു. ശരി ഓക്കെ കാരശ്ശേരി മാഷെ നോക്കൂ, സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ട്രസ്റ്റ് വരുന്നു. അത് വിശ്വാസികളാൽ ശ്രീ RV ബാബു അത് വിശ്വാസികളാൽ നയിക്കപ്പെടേണ്ടതാകട്ടെ എന്ന തീരുമാനം വരുന്നു. പക്ഷേ നമ്മൾ പിന്നീട് നോക്കുമ്പോൾ അതിന്റെ എല്ലാ ഘടകങ്ങളിലും വരുന്നത് ഈ നിലയിൽ RSS പശ്ചാത്തലമുള്ള, സംഘ പശ്ചാത്തലമുള്ള ആളുകളാണ്. പിന്നീടാണ് അവർ വിശ്വാസികളുടെ സ്വയംഭൂ രൂപമായി അവർ തന്നെ അങ്ങ് പ്രതിഷ്ഠിക്കുന്നു. ശബരിമലയിലടക്കം അവർ സ്വീകരിച്ച നിലപാടും അങ്ങനെയാണ്. ഇവിടെ നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്? വിശ്വാസം എന്നത് ഭരണഘടന ഓരോരുത്തർക്കും ഉറപ്പു നൽകുന്ന അവകാശമാണ്. അത് വേണമെന്ന് തീരുമാനിക്കാനും വേണ്ടെന്ന് തീരുമാനിക്കാനും വ്യക്തിപരമായ അവകാശമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു വിശ്വാസി ഒരു ഡയറ്റിക്ക് സമ്മാനിക്കുന്ന, അല്ലെങ്കിൽ ആ നിലയിൽ സംഭാവന നൽകുന്ന ഒരു മുതലാണ് ആരുടെയൊക്കെയോ കൈകളിലേക്ക് ഇങ്ങനെ പോകുന്നത്. അവർ അത് കൊള്ളയുടെ മാർഗമായി ഉപയോഗിക്കുകയാണ്. അപ്പോൾ ജനാധിപത്യ രാജ്യത്ത് ഇപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഇതിനെയൊക്കെ ഏത് നിലയിൽ ഉപയോഗിക്കപ്പെടണം എന്നുള്ളത് രണ്ടാമത്തെ ചർച്ചയാണ്. നിലവിൽ നമ്മുടെ മുന്നിൽ ഈ സാധ്യതയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഭക്തൻ സമർപ്പിക്കുന്നത് ഇവരുടെയൊക്കെ പോക്കറ്റ് വീർപ്പിക്കാനുള്ള മാർഗമായി മാറുന്നു. അതിന്റെ തലപ്പത്തിരിക്കുന്നവർ ഇങ്ങനെ പശ്ചാത്തലമുള്ളവരാണെങ്കിൽ നമ്മളതിൽ പ്രതിഷേധിക്കാൻ പോലും പാടില്ല എന്നുള്ള നിലപാട് വരുന്നു. എങ്ങനെയാണ് ഇതൊക്കെ ശരിയാകുക എന്നുള്ളതാണ്. അസിത, ഈ ജനാധിപത്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു വിവേകത്തിൻ്റെ മേഖലയാണ്. വിസ്ഡം, വിവേകം. അതിലേക്ക് നമ്മൾ എത്തുന്നത് വിചാരത്തിലൂടെയാണ്, വികാരത്തിലൂടെയല്ല. അപ്പോൾ ജനാധിപത്യത്തെ തട്ടിയെടുക്കാൻ, ഹൈജാക്ക് ചെയ്യാൻ ഏറ്റവും പറ്റിയ സാധനമാണ് വികാരം. അതിലിപ്പോൾ ഇന്ത്യയിൽ സാമാന്യമായി ഉപയോഗിക്കുന്ന ഒരു സാധനം ദൈവമാണ്, വേറൊന്ന് മതമാണ്, വേറൊന്ന് ജാതിയാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെയും മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ പേരിൽ രാഷ്ട്രീയം കളിച്ചാൽ എല്ലാ നാട്ടിലും, അതിപ്പോൾ ഇവിടുത്തെ ഏറ്റവും നല്ല ഉദാഹരണമാണ്, പുതിയ ഉദാഹരണമാണ്, ജനങ്ങൾ ആലോചിക്കേണ്ടതാണിത്. കാരണം ദൈവത്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, അവതാര പുരുഷൻ്റെ പേരിൽ, ആചാരങ്ങളുടെ പേരിലൊക്കെ പ്രവർത്തിക്കുന്ന എന്തിനാണ്? അവർക്ക് അധികാരം വേണം, തീർച്ചയായും കാശ്മീരി പക്ഷേ അത് മാത്രമല്ല, ഞാനിപ്പോൾ സാന്ദർഭികമായി താങ്കൾ പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണം, ചർച്ചകളൊക്കെ ഇങ്ങനെ നിരീക്ഷിക്കുകയാണ്. അപ്പോൾ ചില പ്രൊഫൈലുകളിൽ നിന്നും നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളുടെയൊക്കെ അടിയിൽ ആളുകൾ പറയുന്നത് ഇത് ഞങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്, സംഭാവന നൽകുന്നത് ഞങ്ങളാണ്, അപ്പോൾ പോയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ മുതലാണ്, നിങ്ങൾക്കതിൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് വാർത്തകളുടെ പോലും അടിയിൽ വരുന്ന കമന്റ്സ്. അപ്പോൾ ആ വിശ്വാസിയുടെ കൂടി അവകാശത്തെക്കുറിച്ചാണ് നമ്മൾ ചോദിക്കുന്നത് എന്ന ബോധം, ആ നിലയിൽ അവരെ ചിന്തിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ
ഒരു സ്പ്ലിറ്റ് ഇതിനോടകം തന്നെ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു ഈ നാട്ടിൽ എന്നതുകൂടിയുണ്ട്. അപകടകരമല്ലേ അത്? അതായത് മതത്തിന്റെ പേരിൽ നിങ്ങൾ ആളുകളുടെ, നമ്മൾ പറയുമല്ലോ, മസ്തിഷ്ക പ്രക്ഷാളനം, ബ്രെയിൻ വാഷിംഗ്, അത് നടത്തി കഴിഞ്ഞാൽ പിന്നെ അവർക്കൊന്നും മനസ്സിലാവില്ല. ഞങ്ങൾക്ക് മന്ദിർ മതി, ഞങ്ങൾക്ക് അന്നം വേണ്ട, ഞങ്ങൾക്ക് മന്ദിർ മതി, ഞങ്ങൾക്ക് ഉടുതുണി വേണ്ട, മന്ദിർ മതി, ഞങ്ങൾക്ക് ചികിത്സ വേണ്ട എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം വിളിച്ചൊരു ജാഥ പോയതിൻ്റെ വീഡിയോ കണ്ട ഓർമ്മയുണ്ട് എനിക്ക്. അപ്പോൾ ഈ തരത്തിലൊക്കെ ജനങ്ങളെ വൈകാരികമായി ഇളക്കിയാൽ പിന്നെ അവരെ എവിടെയും നിർത്താം. അത് ആ തരത്തിൽ ഏത് പാർട്ടി പെരുമാറുമ്പോഴും, അതാണ് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മതപൗരോഹിത്യമാണ്. എല്ലാ നാട്ടിലും എല്ലാ മതങ്ങളുടെ പേരിലും പ്രവർത്തിക്കുന്ന പൗരോഹിത്യം രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. ഒരു സന്യാസിയാണ് UP-യിലെ മുഖ്യമന്ത്രി എന്ന് നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ പണ്ടാണെങ്കിൽ രാജാധിപത്യത്തിൻ്റെ കാലത്ത് പുരോഹിതന്മാർ രാജഗുരു എന്ന് പറഞ്ഞ് മാറി നിൽക്കുമായിരുന്നു. ഇപ്പം രാജഗുരു എന്ന് പറയുന്നത് നമ്മുടെ നേരിട്ട് ഭരിക്കുന്ന ഒരാളായി. പണ്ടിപ്പോൾ രാമായണത്തിലാണെങ്കിൽ വസിഷ്ഠൻ പറയുന്ന പോലെ രാമൻ ചെയ്യുള്ളൂ. പക്ഷേ വസിഷ്ഠന് നേരിട്ട് ഭരിക്കാൻ പറ്റില്ല, രാമനോട് പറയാം, അത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് വസിഷ്ഠൻ തന്നെ, രാജഗുരു തന്നെ നമ്മുടെ ഭരണാധികാരികളായിട്ട് വരികയാണ്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഈ രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പൗരോഹിത്യ കർമ്മം മുഴുവൻ നിർവഹിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഒരു പുരോഹിതൻ നിർവഹിക്കേണ്ട കർമ്മം മുഴുവൻ അദ്ദേഹമാണ് നിർവഹിച്ചത്. ആ ക്ഷേത്രത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ എത്രമാത്രം ആത്മാർത്ഥത അവർക്കുണ്ട്. അപ്പോൾ ജനങ്ങളെ ഇങ്ങനെ വികാരം കൊള്ളിക്കാൻ പറ്റും, ഞങ്ങളുടെ മുതൽ ഞങ്ങൾ സഹിച്ചോളാം, അങ്ങനെയല്ല. ഇത് ജനങ്ങളുടെ മുതൽ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും പ്രശ്നമാണത്. ഒരു വിശ്വാസി കൊടുത്ത പൈസ, ഭണ്ഡാരത്തിലിട്ട പണം, അല്ലെങ്കിൽ കൊടുത്ത സ്വർണ്ണാഭരണം, അല്ലെങ്കിൽ വെള്ളിയാഭരണം, അത് ഒരു കൂട്ടർ കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പ്രശ്നമല്ല. ഞാനത് ആവർത്തിക്കുകയാണ്. അത് നിയമവാഴ്ചയുടെ പ്രശ്നമാണ്, ലോ ആൻഡ് ഓർഡറിന്റെ പ്രശ്നമാണ്. അത് എല്ലാവരും ചർച്ച ചെയ്യും. തീർച്ചയായും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റും അത് തന്നെയാണ്. ഞാൻ സമയപരിമിതി ഉള്ളത് കൊണ്ട് ഒന്ന് ഇടപെടുന്നു. പക്ഷേ ഒരു ചെറിയ ഇടവേള കൂടിയുണ്ട്. ശ്രീ സുരേഷ് കുമാർ തുടരും, ഞാൻ മടങ്ങി വരാം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയിലേക്ക് വീണ്ടും ശ്രീ D. സുരേഷ് കുമാർ, ഇതിലിപ്പോൾ ഞങ്ങൾ സംഭാവന നൽകിയവരാണ്, അപ്പോൾ ഞങ്ങളും ക്ഷമിച്ചോളാം എന്ന് വിശ്വാസികളും, ഇത് അമ്പലത്തിന്റെ വിഷയമാണെന്ന് വിശ്വാസികളും അമ്പലവും ചേർന്ന് തീരുമാനിച്ചാൽ ഒഴിവാകുന്ന ഒരു വിഷയമല്ലത്. കാരശ്ശേരി മാഷ് ആവർത്തിച്ചു പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതൊരു ലോ ആൻഡ് ഓർഡർ പ്രശ്നം തന്നെയാണ്. അന്വേഷണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നിലപാട് പറയാമെന്ന് ഇപ്പോൾ BJP പറയുന്നു, RSS പറയുന്നു, VHP പറയുന്നു. പക്ഷേ ഇതിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്നവർ നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ ചമ്പത്രായ് ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇവരിലേക്കൊക്കെ ഇത് എത്രമാത്രം എത്തും എന്നാണ് കരുതേണ്ടത്? അസിത, ശ്രീ RV ബാബു ഈ ചർച്ചയിൽ നിന്ന് മറ്റൊരു ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയതുകൊണ്ട് അദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മറുപടി എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആബ്സെൻസിലാണെങ്കിലും അത് പറയാൻ ഞാൻ നിർബന്ധിതനാവുകയാണ്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് ചമ്പത്രായി RSSന്റെ പ്രചാരകൻ എന്നാണ്. അദ്ദേഹം RSSന്റെ പ്രചാരകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടി വരുന്നത്. അദ്ദേഹം അയോധ്യ ക്ഷേത്രം ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. അങ്ങനെയാണ് അദ്ദേഹം ഈ കേസിൽ ലയബിൾ ആകുന്നത്. അത് അദ്ദേഹം മറച്ചു വെച്ചിട്ടാണ് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. പിന്നെ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വിശ്വസ്തരായിട്ടുള്ള ഡ്രൈവർ ഉൾപ്പെടെ, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, രാംശങ്കർ യാദവ് എന്ന് പറയുന്ന ടിന്നു യാദവ് ഈ കേസിൽ പ്രധാനപ്പെട്ട പ്രതിയായി, പ്രൈം അക്യൂസ്ഡായി അദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവനക്കാർ, 4 പൂജാരിമാർ, വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 1500 ജീവനക്കാരിൽ 90% ആളുകളും RSSന്റെ പ്രവർത്തകരോ നേതാക്കന്മാരോ ആണ് അയോധ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നിടത്ത്. അതുപോലെ തന്നെ RSSന്റെ നേതാക്കന്മാരാണ് മുഴുവൻ ട്രസ്റ്റ് ഭാരവാഹികളും. മറ്റൊരാളെയും അതിനകത്തോട്ട് അടുപ്പിച്ചിട്ടില്ല. അപ്പോൾ പ്രാഥമികമായി തന്നെ ഏകദേശം 200 കോടി രൂപയുടെ വെട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പ്രഥമ ദൃഷ്ട്യാ പുറത്തു വരുന്ന കണക്കുകൾ. ഇത് മാത്രമല്ല, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയമെന്ന് പറയുന്നത്, ഇപ്പോൾ പവൻ പാണ്ഡെ മുൻ UP മുഖ്യമന്ത്രിയാണ്. അദ്ദേഹമാണ് ആദ്യം പറഞ്ഞത് ഏകദേശം 7.5 കോടി രൂപയോളം നേർച്ച കാശിൽ മാത്രം വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ള പരസ്യ പ്രസ്താവനയുമായി ആദ്യം രംഗത്ത് വരുന്നത് പവൻ പാണ്ഡെയാണ്. അദ്ദേഹം UPയുടെ മുൻ മന്ത്രി കൂടെയാണ്. ഇത് പറയുമ്പോഴാണ് ആ വിഷയത്തെ അഖിലേഷ് യാദവ് ഏറ്റെടുക്കുകയും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുകയും ചെയ്തത്. ഇങ്ങനെയാണ് ഈ വിഷയം സങ്കീർണമായിട്ടുള്ളൊരു വിഷയമാണ്. അതിനെ വളരെ ലഘൂകരിച്ച്, ഇപ്പോൾ ശബരിമല വിഷയവും മറ്റു പല വിഷയങ്ങളും കേരളത്തിലൊക്കെ ഉണ്ടായ സന്ദർഭത്തിലെല്ലാം തന്നെ ഈ RV ബാബുവിനെ പോലുള്ള ആളുകൾ കൊടുങ്കാറ്റായി വീശിയടിക്കുകയായിരുന്നു. ഇവിടെ ഒരു ഇളം കാറ്റായി പോലും ഇവരാരും കടന്നു വരുന്നില്ല എന്നുള്ളത് ഇവരുടെ കൃത്യമായിട്ടുള്ള പക്ഷപാതിത്വം, അതും രാഷ്ട്രീയ പക്ഷപാതിത്വമാണ് ഇവിടെ വെളിപ്പെടുന്നത്. പിന്നെ അസിത ചോദിച്ചൊരു ചോദ്യം, ഇവിടെ ഒരു കാര്യം വളരെ പ്രസക്തമായ ചോദ്യം ചോദിച്ചു, അതിനോട് മറുപടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതെന്ന് പറയുന്നത്, ഇങ്ങനെ താഴെ വന്ന് ഞങ്ങളുടെ സ്വർണ്ണമാണ്, ഞങ്ങളുടെ പണമാണ്, ഞങ്ങൾക്ക് അത് എന്തും ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് എഴുതുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് വേണ്ടി ഞാൻ പറയുന്നു, നിങ്ങൾക്കങ്ങനെ എഴുതാനും ഇതിനെതിരായി, ഈ നടക്കുന്ന കാട്ടുകൊള്ളയ്ക്കെതിരായി
വിലയിരുത്തൽ വിമർശനം നടത്താനും ഞങ്ങൾക്കും ഒരു പൗരൻ എന്ന നിലയിൽ ഈ രാജ്യത്ത് അധികാരമുണ്ട് എന്ന് ക്ലിയർ മാത്രമാണ് ക്ലിയർ എനിക്ക് അതിനെ അതൊരു സംബന്ധിച്ച് ക്ലിയർ പറയാനുള്ളത്. സ്റ്റേറ്റ്മെന്റ് കൂടിയാണ് ശ്രീ ഡി സുരേഷ് കുമാർ. ഞാൻ അവിടെ ഇടപെടുന്നു. വളരെ നന്ദി ഡി സുരേഷ് കുമാർ, ആർ വി ബാബു, എം എൻ കാരശ്ശേരി മാഷ്, രാഹുൽ ഈശ്വർ, ജി വി ഹരി ചർച്ചയിൽ ചേർന്നതിന്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. നമസ്കാരം.